പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. വ്യക്തമായി നമ്മൾ ഇന്നലെ മനസ്സിലാക്കി എന്താണ് പാതാള ഗോപുരം എന്നുള്ളത്. കേട്ട ആരെങ്കിലും ഓർമ്മയുണ്ട്? എന്താണ് പാതാള ഗോപുരം? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? കേട്ടില്ല. പാതാള ഗോപുരം, അതായത് ഗേറ്റ് ഓഫ് ഹെൽ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാതിലാണ് മരണം. നമുക്കറിയാം, ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ഡോർ ഉള്ളതുപോലെ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് മരണം. അതുകൊണ്ടാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിച്ച വ്യക്തി എങ്ങോട്ടാണ് പോണത്? നരകത്തിലേക്ക്. ധനവാൻ മരിച്ചു, ധനവാൻ നേരെ എങ്ങോട്ട് പോയി? നരകത്തിലോട്ട് പോയി. ഇതേപോലെ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് സ്വർഗം തുറക്കുന്നതാണ് ജീവന്റെ വാതിൽ. അതാണ് ജീവന്റെ പുതുവഴി എന്ന് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. എങ്ങോട്ടതാണ്? യേശു പറഞ്ഞു, ഞാനാണ് ആ വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇതേപോലെ സ്വർഗത്തിന്റെ വാതിലൂടെ നിങ്ങളും ഞാനും പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് വേഗത്തിൽ അതിന്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ അതിനെ ചിന്തിക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ കേട്ടതിന്റെ ബാക്കിയാണ്. ഇന്നലെ ആദ്യം നമ്മൾ കേട്ടതെന്താണ്? എനിക്ക് ഈ പത്രോസ് ശ്ലീഹായുടെ യേശു പറഞ്ഞു, നീ എന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. സഭ പണിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, അതിന്റെ അടിസ്ഥാനം നിങ്ങളല്ല, ക്രിസ്തു എന്ന പാറമേൽ. അപ്പൊ ഞാനും ഒരു പാറയാണ്, അല്ലെ? ക്രിസ്തു യേശുവിൽ ഞാനും ഒരു പാറ കഷ്ണമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പാറ കഷ്ണത്തിന്റെ മേൽ കർത്താവ് തന്റെ സഭയെ പണിതിരിക്കുന്നു. വേഗത്തിൽ നമുക്ക് വാക്യത്തിലേക്ക് ഒന്ന് പോകാം. അതിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം ആ വാക്യത്തിന്റെ തുടർച്ചയായിട്ട് അതിന്റെ അകത്ത് കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. അതിലേക്ക് ഞാനൊന്ന് പോവാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആ വാക്യത്തിൽ തന്നെ നമുക്കൊന്ന് പ്രവേശിച്ച് തിരിച്ചു. 18-ാമത്തെ വാക്യം. പത്രോസേ, നീ പാറയാകുന്നു. നോക്കി, നീ പാറയാകുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ താഴ്മയോടെ പറയുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥന നന്നായിട്ട് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് കൂകുകയും കാറുകയും ബഹളം വെക്കുകയും വീട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നവരാണോ അതോ പ്രാർത്ഥന കേൾക്കുന്നവരാണോ, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അറിയത്തില്ല. വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ യൂട്യൂബിൽ കേട്ടാൽ മതി. അന്യഭാഷ വരമുള്ളവരും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവരും അന്യഭാഷയിൽ വളരുവാൻ ആഗ്രഹമുള്ളവരും മാത്രം ആ സമയത്ത് ജോയിൻ ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മൾ ഉപദ്രവമാകരുത്. ഞാൻ എപ്പോഴും പറയുന്നു. കാര്യം നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് നടക്കുന്ന സമയമാണ്, ആത്മീക വർധനവ്. ചിലപ്പോൾ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് അടുത്തൊരു മൂവിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുക. മറന്നു പോരുത്. നിങ്ങളുടെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്ന ടൈമാണ് അത്. മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. ഇനി പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിക്ക് അനുഗ്രഹത്തിന് തടസ്സമാകുമോ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അതുകൊണ്ട് ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോക്കിയേ, ഇതുപോലെ ഇപ്പോഴും ഞാൻ പറയുന്നു, മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണമേ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കും. നോക്കിയേ, പത്രോസ് ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. നോക്കിയേ, ജയിക്കത്തില്ല. ഇനി കേട്ടോണം, ജയിക്കത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം മരണമേ നമുക്ക്, അതായത് യേശു ക്രിസ്തു ഇത് ജീവിക്കുന്ന സമയത്ത്, അതായത് യേശു ഈ പറയുന്ന സമയത്ത് സഭ പണിതോ ഇല്ലയോ ഒന്ന് പറ. ഞാൻ എൻ്റെ സഭ, പത്രോസിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിന്ന് പറഞ്ഞ സഭ പണിതോ? ഇല്ല. സഭ പണിയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗം, അതായത് യേശു മരണത്തെ ജയിക്കണം. യേശു മരണത്തെ, അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം പൗലോസ് ശ്ലീഹ ആത്മാവിൽ പറഞ്ഞു, മരണമേ നിന്റെ ജയം എവിടെ? കണ്ടോ? അപ്പൊ എന്ത് ചെയ്തു? മരണത്തെ ജയിച്ചു. എബ്രായ ലേഖനത്തിൽ പറയുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പൊ മരണത്തെ ജയിക്കണം. അപ്പൊ മരണത്തെ ക്രൂശിൽ ജയിച്ചതിന് ശേഷമാണ് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയും. മരണം അതിനെ ഇനി ജയിക്കത്തില്ല. എന്റെ അർത്ഥം, ഇനി നരകത്തിലോട്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസി പോകത്തില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസിന് നരകത്തിലോട്ട് പോകണമെങ്കിൽ പിന്മാറി യേശുവിൽ നിന്നും പുറത്തേക്ക് പോകണം. സഭയിൽ നിൽക്കുന്ന, സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലയമല്ല, അത് പള്ളിയാണ്, കൂടി വരുന്ന സ്ഥലമാണ്. പള്ളി, ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ്. ബാക്കിയെല്ലാം നമ്മുടെ കൂട്ടായ്മ സ്ഥലമാണ് കേട്ടോ. നോക്കി, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നോക്കിയോ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ ഞാൻ തരുന്നു. താക്കോൽ, ഈ വാക്കുകളുടെ താക്കോൽ. നമുക്കറിയാം, ഈ ബൈബിൾ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ആത്മീയമായിട്ടാണ്. ഒരു കീ, യേശു, അതിന്റെ അർത്ഥം പത്രോസ് ശ്ലീഹായിക്ക് യേശു ക്രിസ്തു സ്വർഗവും നരകവും ഒക്കെ പൂട്ടിയിട്ട്
അതിന്റെ കീ നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ കാലത്തൊന്നും അല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പുതിയ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും അവിടുത്തെ ആദ്യമായിട്ട് വരുന്ന പെൺകുട്ടിക്ക് അല്ലേ, അവിടുത്തെ അമ്മായിയമ്മ ആ വീടിന്റെ കീ, സ്പെയർ കീ അല്ലെങ്കിൽ ഒറിജിനൽ കീ എന്ത് ചെയ്യും, കൊടുക്കും. ഇപ്പൊ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല, നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ ആ സ്പെയർ കീ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒറിജിനൽ കീ കൊടുക്കുക. ഇനി മുതൽ നീയാണ് ഇതിന്റെ അവകാശി. ഇതേപോലെ യേശു ഒരു കീ അല്ല കൊടുത്തത്. ഈ കീ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റിയാണ്. ഒരു അതോറിറ്റി അല്ല, 2 അതോറിറ്റിയാണ്. എന്താണ് ഈ 2 അതോറിറ്റി? കേട്ടോണം. സ്വർഗത്തിന്റെയും നോക്കിയേ ഭൂമിയുടെയും താക്കോൽ. നോക്കിയേ, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ ആ വാക്യം എടുത്തില്ല. മറ്റൊരു ഭാഗത്ത് ഇതേ വചനം യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭൂമിയിൽ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നുള്ളത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. 18:18 പറയുന്നുണ്ട് അല്ലെ? നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. 2 പ്രാവശ്യം ഈ വാക്ക് യേശുക്രിസ്തു അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? 2 അധികാരമാണ്. ഭൂമിയിലെയും അധികാരം, സ്വർഗത്തിലെയും അധികാരം. ഭൂമിയിലും സ്വർഗത്തിലും ഒരേപോലെ അധികാരം ഒരു മനുഷ്യൻ. നോക്കി, ഈ വാക്ക് കൊണ്ടോ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്ന് ഞാൻ സത്യമായും പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? താക്കോൽ എന്ന് പറയുന്നത് ഒരു അധികാരമാണ്. താക്കോൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അമ്മായിയമ്മ പുതുതായിട്ട് വരുന്ന മരുമോൾക്ക് ആ വീട്ടിലെ അധികാരത്തെ കൈമാറുന്നു അല്ലേ? ആ വീട്ടിലെ അവിടുത്തെ എന്താ പറയുക, സ്വർണം വെച്ചിരിക്കുന്ന അലമാര, അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെയാണ് പണപ്പെട്ടി, എല്ലാത്തിന്റെയും അടുക്കളയുടെ ഒക്കെ താക്കോൽ എന്ത് ചെയ്യുക, അധികാരം കൈമാറുന്നതാണ് കീ എന്ന് പറയുന്നത്. താക്കോൽ എന്ന് പറയുന്നത് എപ്പോഴും കീയെ, അധികാരത്തെ കാണിക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിലെ അധികാരം, ഭൂമിയിലെ അധികാരം, 2 അധികാരമാണ്. സ്വർഗത്തിലെ അധികാരത്തിന്റെ പേരാണ് പൗരോഹിത്യം. അതായത് ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഭൂമിയിൽ പുരോഹിതന് മാത്രമേ ഉള്ളൂ. പൗരോഹിത്യം. അതുകൊണ്ടാണ് പത്രോസ് ലീഹായുടെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്ന വാക്കുകൊണ്ടോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും, നോക്കിയ വാക്കുകൊണ്ടോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ഒരു ജനറേഷൻ അവിടുത്തെ കണ്ടോ, ഒരു ജനറേഷനും രാജകീയ പൗരോഹിത്യ വർഗം. കേട്ടോ, പൗരോഹിത്യം, പുരോഹിതൻ. ഞാൻ പ്രീസ്റ്റ് എന്നുള്ള വാക്കിനെ ഗ്രീക്ക് ഭാഷയിലും അതിന്റെ എബ്രായൽ ഭാഷയിലും നോക്കിയ സമയത്ത് അവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, ഒരു ഓഫീസ് എന്ന് കൊടുത്തേക്കുന്നത്. പൗരോഹിത്യ, അതായത് പൗരോഹിത്യ ഓഫീസ് എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. പുരോഹിതൻ ഒരു ഓഫീസ് ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ ഓഫീസ് പോലെയല്ല, പൗരോഹിത്യത്തിനായിട്ടുള്ള ഒരു ഓഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ വാക്ക് കൊടുത്തേക്കുന്നതാണ്, ഒരു ഓഫീസറായിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് സ്വർഗത്തിലെ അധികാരത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസറാണ് പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ രാജാവോ, അത് നമുക്ക് പെട്ടെന്ന് അറിയാം. ആരാ രാജാവ്? ഒന്ന് പറഞ്ഞു, ആരാ രാജാവ്? രാജ്യം ഭരിക്കുന്ന ആള്, രാജ്യത്തിന്റെ അധിപതി, രാജ്യത്തെ ഭരിക്കുന്ന. ഒരിക്കലും ഒരു രാജാവിന് സ്വർഗത്തിൽ അധികാരമില്ല, അറിയാവോ? സ്വർഗത്തിലല്ല രാജാവ് ഭരിക്കുന്നത്, ഭൂമിയിലാണ്. കേട്ട്. അപ്പൊ രാജകീയ അധികാരം, പൗരോഹിത്യ അധികാരം, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനൊരു താക്കോല് തരികയാണ്. കണ്ടോ, താക്കോൽ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ പുരോഹിതൻ എന്ന വാക്കിന് ഒരു ഓഫീസർ എന്ന് കൊടുത്തേക്കുന്നത്, ഓഫീസർ. അപ്പൊ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. പ്രൊഫറ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് പോലെ പ്രീസ്റ്റിന് ഒരു ഓഫീസ് ഉണ്ട്, പുരോഹിതന് ഓഫീസ് ഉണ്ട്. ഈ ഓഫീസിന് ഒരു കീ ഉണ്ട്. ഈ കീ ഒരു അധികാരത്തെ കാണിക്കുന്നതാണ്. ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും. കണ്ടോ, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും. അപ്പൊ സ്വർഗവുമായിട്ട് രാജാവിന് കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. രാജാവിന് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പുരോഹിതൻ. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കലും എന്ത് ചെയ്തില്ല, സ്വന്തമായിട്ട് സ്വർഗീയ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പുരോഹിതനുണ്ട്. ദാവീദ് പറയും, ഞാൻ ആരാന്നറിയാവോ, എന്നെ അഭിഷേകം എനിക്ക് അറിയാവോ, ഞാൻ ഭയങ്കര സിംഹത്തിന്റെ വാകീറുന്ന ആളാണ്, ഞാൻ എന്താ പറയുക, ഗോലിയാത്തിനെ പോലെയുള്ള മല്ലന്മാരെ മറിക്കുന്നയാളാണ്, ഞാൻ ആയിരങ്ങളെ കീഴ്പ്പെടുത്തുന്ന രാജാവാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദാവീദേ, നിനക്കൊരു മഹാപുരോഹിതൻ ഉണ്ടാക്കാലത്ത്. യെരൂശലേം ദേവാലയത്തിൽ വരണം. നീ എത്ര രാജാവാണെങ്കിലും എത്ര അഭിഷക്തനാണെങ്കിലും ഓർത്തോ, നിനക്കൊരു പുരോഹിതനുണ്ട്. ആ പുരോഹിതന്റെ മുമ്പിൽ വന്ന് നീ എന്ത് ചെയ്യണം?
നിൽക്കണം. അതിനെന്നറിയാവോ? സ്വർഗത്തിലെ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നത് രാജാവല്ല, പുരോഹിതനാണ്. കണ്ടോ? ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 അതോറിറ്റി കിട്ടി. സ്വർഗത്തിലെ അധികാരം പുരോഹിത്യ അധികാരവും, ഭൂമിയിലെ അധികാരം രാജകീയ അധികാരം. എന്താണ് ഈ രാജകീയ അധികാരം? വാഴ്ച, വാഴുക. ഇനി നമ്മളുമായിട്ട് എന്താണ് ഇതിന് ബന്ധം? നമ്മളുമായിട്ട് ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാനുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിവീലായി, അല്ലെങ്കിൽ നമുക്ക് അതിനെ വാക്യം എടുത്തിട്ട് ഞാൻ അതിലൂടെ വരാം. FES ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ച്. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച്, നോക്കിക്കുക, സ്വർഗത്തിന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിലും യേശുവിനെ അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. കണ്ടോ? യേശുവിനെ അത്യന്തം മീതെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആ വാക്കും വായിച്ചു നോക്കിക്കോണേ. ഇനി നമുക്ക് അതിന്റെ ഒരു വാക്യത്തിലേക്ക് വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഈ അധികാരം എന്നുള്ളത് വ്യക്തമായി ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ. FES ലേഖനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തു മുഖാന്തരം അവനായിട്ട് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ തന്റെ സഭയായ ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതാണ്, എല്ലാവർക്കും മരിച്ചവർക്കും ആരംഭം. നോക്കിയേ, അപ്പൊ എല്ലാ വാഴ്ചയ്ക്കും സ്വർഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലതും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. വചനം പറയുന്നു, യേശു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. എന്റെ ചോദ്യം, ആരാ സഭ? വേറെ തോരണില്ലേ? അവന് ഇത് വേണ്ട, അതുകൊണ്ടല്ലേ അവൻ ഉച്ചയ്ക്ക് കൂട്ടാൻ. ജോമോൾ ജോൺ സിസ്റ്ററെ കേട്ടെ ജോമോൾ ജോൺ സിസ്റ്ററെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? സുധ സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്യണം എല്ലാവരുമേ. നോക്കിക്കേ, സ്വർഗത്തിലും ഭൂമിയിലെയും ദൃശ്യമായത്, ഈ വാക്ക് കണ്ടോണം, ദൃശ്യമായത്. ഇവിടെയാണ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം. ഈ വാക്ക് ഞാൻ എടുക്കുവാണ്, ദൃശ്യമായത്. ഇവിടെയാണ് നമ്മുടെ പൗരോഹിത്യ പവർ കണ്ടോണം. ദൃശ്യമായതും അദൃശ്യമായതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ? നമുക്ക് പത്തനംതിട്ടയിൽ ആ സഭയിൽ സഹോദരങ്ങളെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം ആരാധന തടഞ്ഞു. ഞാൻ ആ വിശ്വാസികളേക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കാര്യം പലപ്പോഴും വിശ്വാസി ഒരു വിഷയം വന്നാൽ ഉടനെ പേടിച്ച് പോരാട്ടം ബന്ധനമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കും. പക്ഷേ ദൈവകൃപയാൽ ആ വിശ്വാസികളെല്ലാം, ഞാൻ കണ്ടൊരു കാഴ്ച, അവര് തടഞ്ഞവരെ മൈൻഡ് ചെയ്യാതെ ആരാധിക്കുവാൻ വേണ്ടി ജനം എന്ത് ചെയ്തു? ആ ആരാധന ആലയത്തിലേക്ക് വന്നു. കാര്യം എന്തൊക്കെ വിഷയം അവിടെ ഉണ്ടായിട്ട്, എന്തൊക്കെ അതിന്റെ കാര്യങ്ങൾ നടന്നോട്ടെ, അതിന്റെ കേസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ, ആരാധന തടയുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ദൃശ്യമായ ഒരധികാരത്തെ നമ്മൾ കണ്ടല്ലേ? അതായത് നമുക്ക് TV മാധ്യമത്തിലൊക്കെ കണ്ടു, ആരാധിക്കാൻ വേണ്ടി വന്ന ജനങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ഒരു കൂട്ടം സംഘടനക്കാരെന്ത് ചെയ്തു? അവരെ തടയുന്ന ദൃശ്യമായ അധികാരമാണ്. എന്നാൽ ഈ ദൃശ്യമായ അധികാരത്തിന്റെ പിന്നിൽ അദൃശ്യമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടോണേ, ദൃശ്യമായ തടയലിന് പിന്നിൽ അദൃശ്യമായൊരു ശക്തിയുണ്ട്. പൗലോസ്ലീഹ പറയാണ്, ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളുണ്ട്. കേട്ടോ, സിംഹാസനങ്ങളുണ്ട്. ദൃശ്യമായ സിംഹാസനമുണ്ട്, അദൃശ്യമായ സിംഹാസനമുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യാൻ പൗരോഹിത്യ അനോയിന്റിങ്ങിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് രാജകീയ അധികാരമല്ല, പൗരോഹിത്യ അധികാരമാണ്. രാജകീയ അധികാരം നമുക്കറിയാം. പഴയ നിയമത്തിൽ പെട്ടകവുമായിട്ട്, ആ വാക്യം നൽകുക, പെട്ടകവുമായിട്ട് മഹാപുരോഹിതനും കൂട്ടരും പോകുന്ന സമയത്ത് യോർദാൻ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുക. യോർദാന്റെ സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ അങ്ങോട്ട് കരകവിഞ്ഞൊഴുകും.
നമ്മൾ ഇങ്ങനെ വിളവൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ യോർദാൻ എന്ത് ചെയ്യും? പുള്ളിയുടെ ശക്തി അങ്ങോട്ട് കാണിക്കും. പുള്ളി ആ നദി അങ്ങോട്ട് കവിഞ്ഞ് നിറഞ്ഞ് മൊത്തം കരയും എന്താ പറയുന്നത്, കടലും കരയും വെള്ളവും കാണാത്ത രീതിയിൽ അങ്ങോട്ട് പറന്ന് അങ്ങോട്ട് എന്ത് ചെയ്തിരിക്കും. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവിടെ രാജാവ് അവിടെ ഉണ്ട്. അവിടെ ദൈവത്തിന്റെ എന്താ പറയുക അധികാരിയായ, നോക്കി യോശുവയുടെ പുസ്തകം അല്ലെ, യോശുവയുടെ പുസ്തകത്തിന്റെ അകത്ത് അവിടെ അധികാരി അവിടെയുണ്ട്. അധികാരി അവിടെ ഉണ്ടെങ്കിലും, നോക്കി, അധികാരി അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ആ വാക്ക് നോക്കിയോണം. അവിടെ സർവ്വഭൂമിയിലും നാഥാന യഹോവയുടെ പട്ടം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല്, നോക്കിയ പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞു. അവിടെ ദൈവം എന്ത് ചെയ്തു? ജോഷുവേനെ അല്ല ഉപയോഗിച്ചത്. അന്നത്തെ ലീഡർ ജോഷുവയാണ്. പക്ഷെ അവിടെ ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? പുരോഹിതന്മാർ, പ്രീസ്റ്റ്. കാര്യം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്കാണ് വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും എല്ലാത്തിനും റൂൾ ചെയ്യുവാനുള്ള പവർ ഉള്ളത്. കണ്ടോ? ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തവർ. ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രീസ്റ്റിന്റെ ഓഫീസ് ഉള്ളത് അവർക്കാണ്. പൗരോഹിത്യ ഓഫീസിന്റെ കീ അവരിലിരിക്കുന്നത്. ആമേ. ജനത്തിനൊരു പ്രശ്നം വന്നാൽ പുരോഹിതനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചാടി വീഴുന്നത്. അപ്പൊ ദൃശ്യമായ, നോക്കി, അവിടെ ഉടനെ കാല് ചവിട്ടിയപ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നു ഒഴുകുന്ന വെള്ളം ചെറ പോലെയായി. അങ്ങനെ ജനം യോർദാൻ കടന്നു. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ യോർദാൻ വഴി മാറിക്കൊടുത്തു ജനത്തിന് മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ പൗരോഹിത്യ അധികാരം. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ. കണ്ടോ? സിംഹാസനങ്ങളാകട്ടെ. അപ്പൊ മത്തായിയിൽ യേശു പറയുന്നു, ഞാൻ നിനക്ക് ഭൂമിയിൽ അധികാരം. ഇനി കേട്ടോണം, ഭൂമിയിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കെട്ടുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അടുത്ത വാക്യം, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. കണ്ടോ? ഭൂമിയിലാണ് വാഴ്ച, ഇനി സ്വർഗത്തിലെ വാഴ്ച ഉണ്ടോട്ടെ. ഈ വാഴ്ച എന്നുള്ള വാക്ക് വരും എപ്പോഴും ഓർത്തണം. അവിടെ പൗരോഹിത്യവും രാജകീയ വാഴ്ച, നമുക്കിത് മിക്സ് ആയിട്ടാണ് അഭിഷേകം വെളിപ്പെടുന്നത്. കേട്ടെ? പലപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ വിശ്വാസം ഒരു വിഷയം പറയുമ്പോൾ, കർത്താവ് എനിക്ക് ലഭിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് എത്ര പേര് വിശ്വാസ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്? ലഭിച്ചതിനായി നന്ദി. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു എന്ന് എത്ര പേര്? ഞാൻ ശക്തമായിട്ട് ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു എന്ന് പറയുന്നവര്. എന്റെ ചോദ്യം ശക്തമായി വിശ്വസിക്കുന്നു, അതിന്റെ അളവ് എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഉത്തരം കിട്ടുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സാധിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. എന്റെ ചോദ്യം, ഒരു അളവ് നമുക്ക് കാണിക്കാൻ പറ്റില്ല? അളവ് എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ഒരു അളവ് കാണിക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾക്ക് സംശയമാണോ കൂടുതൽ വിശ്വാസമാണോ കൂടുതൽ? എങ്ങനെ അറിയാൻ പറ്റും? വിശ്വാസം. അല്ല, എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ ആ മെഷർ അറിയാൻ പറ്റും? അത്ഭുതങ്ങളെ കൊണ്ട്. സംശയം വരത്തില്ല, വിശ്വാസം കൂടുമ്പോ സംശയം ഉണ്ടാവൂല. എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ബ്രദർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിച്ചേ. ഇനി ഞാൻ പറയാം ക്വസ്റ്റ്യൻ. നല്ല കാര്യം. നോക്കിക്കേ, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ, നമ്മളൊരു കാര്യം വിശ്വസിക്കാന്ന് വിചാരിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ഞാൻ എത്രത്തോളം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതായത് എന്റെ വിശ്വാസം എന്താ പറഞ്ഞ ശക്തമായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ ഒരു സംശയം പോലും എനിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വാസം കാണാൻ പറ്റത്തില്ല. ഒരു കുപ്പി വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു കുപ്പിക്കകത്ത് വെള്ളം വെച്ചേക്കുന്നുണ്ടോ, ഇതിന്റെ അകത്തെ വെള്ളത്തിന്റെ അളവ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വിശ്വാസം എത്ര നമുക്ക് അളവ് കാണത്തില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ഫൈറ്റ് ചെയ്യുകയാണ്. അതാണ് വിശ്വാസം എന്നത് ഒരു പരിചയമാണെന്നാ പറഞ്ഞത്.
നമ്മൾ ചിന്തിക്കും കർത്താവ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വചനം പറയുമ്പോൾ ശരിക്കും പറയും നിങ്ങൾ വാളെടുത്ത് വെട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാട്ടെ. ഞാൻ വചനം പറയുമ്പോൾ വാളുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറ. വചനം ഇനി കേട്ടെ. അപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മള് ബ്രദറെ ഞാൻ വചനമൊക്കെ ഇങ്ങനെ വിശ്വാസാൽ പറയുന്നുണ്ട് എന്നൊരു വ്യക്തി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. നിങ്ങൾ അതിനെ വെട്ടുകയാണ്. അപ്പൊ ഇതിനിടയിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മുടെ അകത്ത് വിശ്വാസവും അവിശ്വാസവും കയറാനും ഇറങ്ങാനും ഒക്കെ ഗ്രാഫിൽ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ ആത്മാവിൽ പോരാടണമെന്ന് പറയുന്നത്. ഒരു വ്യക്തി വിശ്വാസത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ അന്യഭാഷയിലും പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ പറയാം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം കർത്താവ് എനിക്കിപ്പോ കഴിവില്ല. ഇപ്പൊ ഉദാഹരണം പറയും, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ എന്ത് ചെയ്യാന്നറിയാവോ? എനിക്ക് കർത്താവെ ഡ്രൈവ് ചെയ്യാനുള്ള കൃപയ്ക്ക് നന്ദി. എൻ്റെ അകത്ത് വിശ്വാസം എത്രത്തോളം ഉണ്ടോ എനിക്ക് കാണാൻ പറ്റത്തില്ല. 2, ഞാൻ എത്രത്തോളം സംശയിക്കുന്നുണ്ടോ എന്നെനിക്ക് അളവ് അറിയത്തില്ല. അപ്പൊ അറിയത്തില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഇതിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ വചനം പറയുകയും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞാൽ കൊരിന്ത്യർ ലേഖനത്തിൽ 10 പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ പോരിന്റെ ആയുധങ്ങളോ. അപ്പൊ നമുക്ക് പോരുണ്ട് പ്രിയരെ. ഞാൻ പോരാടുകയാണ്. എൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ ഞാൻ അനുകാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫൈറ്റ് ചെയ്യുക. ഒരു വ്യക്തി വചനം പറയുക എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക എന്നതിന്റെ അർത്ഥം. വാളാണ് വചനം. വാൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മുടി ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, വാൾ ഉപയോഗിക്കുന്നത് വെട്ടാൻ. അപ്പൊ ആരെയാ വെട്ടുന്നത് നിങ്ങള്? പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ സ്ട്രെങ്ത് നമുക്ക് വേണം. അതുകൊണ്ടാണ് പലരും വചനം പറയുമ്പോൾ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാരണം. നിങ്ങൾ ആ സമയത്ത് നമുക്ക് ഒരു ഓപ്പോസിറ്റ്, ഞാൻ ദുഷ്ടശക്തിനെ ഉയർത്തി കാണിക്കുവല്ല, നമ്മൾ വചനം പറയുന്ന വ്യക്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. എനിക്ക് അന്യഭാഷ വരവില്ലെന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല. ഞാൻ എപ്പോഴും പറയും, അന്യഭാഷ പ്രാപിക്കണം, അന്യഭാഷ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ സ്വർഗത്തിലെ താക്കോൽ. അപ്പൊ ഞാൻ നോക്കിയ വാഴ്ചകളെയും അധികാരങ്ങളെയും അതുകൊണ്ടാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിലെ 3-ാം വാക്യത്തിൽ വായിക്കും, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട് എഫേസ്യ ലേഖനത്തിൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഞാൻ ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുന്നത്? കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? അധികാരങ്ങളെ വെച്ചെങ്കിലും ഇത് തന്ത്രങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? തന്ത്രങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്. നോക്കിയേ, ഇവിടെ വാക്ക് കണ്ടോ? നീ ഭൂമിയിൽ കെട്ടണം. ഭൂമിയിൽ കെട്ടണമെങ്കിൽ നോക്കിയേ, ഭൂമിയിൽ കെട്ടണമെങ്കിലും സ്വർഗത്തിൽ കെട്ടണം. ഭൂമിയിൽ കെട്ടുന്ന കാര്യം സ്വർഗത്തിൽ കെട്ടണമെങ്കിൽ സ്വർഗത്തെയും ഭൂമിയിലും അധികാരം വേണം. രാജാവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ ശൗലിനെ തെരഞ്ഞെടുത്തപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് ദൈവം അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, ദാവീദിനെ ദൈവം രാജാവായി വാഴിച്ചു എന്നാ പറഞ്ഞത്. ആർക്ക് രാജാവായി? ഇസ്രായേലിന്. ദാവീദിന് ഒരിക്കലും സ്വർഗത്തെ ആക്സസ് ചെയ്യാൻ, ഞാൻ ചോട്ടെ, സ്വർഗത്തിലെ കാര്യങ്ങളെ ഇടപെടുവാൻ ദാവീദിനെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ആരാ? അന്ന് മഹാപുരോഹിതൻ യേശുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. നമ്മൾ പുരോഹിതന്മാരാണ്. അതുകൊണ്ടാണ് പ്രിയരെ, നിങ്ങൾ ഇതേവരെ നോക്കിക്കേ, നമുക്കറിയാം പിശാചുക്കൾ നിങ്ങളെ കാണുമ്പോൾ മുട്ടിടിച്ച് താഴെ വീഴുന്നതിന്റെ കാരണം, അവർ കീഴ്പ്പെടുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് പൗരോഹിത്യ അധികാരമുള്ളത് കൊണ്ടാ. പുരോഹിതനായതുകൊണ്ട് പൗരോഹിത്യ അധികാരം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. അയ്യോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഭൂതം പോകും. എന്റെ പ്രിയരെ, നിങ്ങൾ പറഞ്ഞാലേ ഭൂതം പോകത്തുള്ളൂ. ബ്രദറെ, ഞാൻ പറഞ്ഞ അന്ധകാര ശക്തി ബന്ധിക്കപ്പെടുക. പ്രിയരെ, നിങ്ങളുടെ അകത്താണ് പൗരോഹിത്യ അധികാരമുള്ളത്. കണ്ടോ? പൈശാചിക ശക്തികൾ നിങ്ങൾ പറഞ്ഞാൽ പോകാൻ റെഡിയാണ്. അപ്പൊ എന്റെ ചോദ്യം, ബ്രദറെ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പേടി വരുന്നത്? പേടി വരുന്നതിന്റെ കാരണം ഇപ്പോഴും നിങ്ങളാണ് അധികാരി എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കണ്ടോ? നിങ്ങൾ പൗരോഹിത്യ ഓഫീസിന്റെ അകത്തിരിക്കുന്ന ആളാണ്. സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ ഉള്ളയാളാണ്.
സ്വർഗീയ അധികാരത്തെ വഹിക്കുന്നയാളാ നിങ്ങൾ. ഇനി രാജകീയ അധികാരമാണ് വാഴുക എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞു തരാം. കൊലോസ്യ ലേഖനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നോക്കിയേ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരികളാകട്ടെ, സകലതും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തു മുഖാന്തരം യേശുവിനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ ശരീരമാകുന്ന സഭയുടെ തല. കണ്ടോ, നമ്മുടെ തല ക്രിസ്തുവാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഒരു രാജ്യത്തോട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളിപ്പം തിരുവനന്തപുരം പട്ടണത്തിൽ നിൽക്കുവാണെങ്കിൽ പറഞ്ഞ ഞാനാണ് ഈ രാജ്യത്തിന്റെ ദേശത്തിന്റെ അധികാരി. ഒന്ന് പറഞ്ഞേ, ഞാനാണ് ഈ ദേശത്തിന്റെ അധികാരി. എല്ലാ ദിവസവും ആ, ഈ ദേശത്തിലെ രാജാവ് ഞാനാണ്. അത് പറയാൻ എന്നാ മടി? ഈ ദേശത്തിലെ പൗരോഹിത്യ അധികാരമുള്ളത് എനിക്കാണ്. ഞാൻ പറഞ്ഞു കേട്ടെ, ദൃശ്യമായതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതുമായ സിംഹാസനം. അപ്പൊ നിങ്ങൾക്ക് ചുറ്റും ഏതൊക്കെയോ അദൃശ്യ ശക്തിയുണ്ട്. അദൃശ്യ ലോകം, ഈവിൾ സ്പിരിറ്റിന്റെ ലോകം, ദുരാത്മാക്കൾ. യേശു ഭൂമിയിലേക്ക് വന്നു. ഉടനെ ഊമനും ചെകിടനുമായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. ഉടനെ പിതാവ് പറഞ്ഞു, ഇവന് ഊമനും ചെകിടനുമായ ഒരു സംഭവം, ഒരു ആത്മാവ് അവന്റെ മേലുണ്ട്. ഡോക്ടർ മരുന്ന് കൊടുത്തു, അവന്റെ രോഗം മാറുന്നില്ല. ഡോക്ടർ അവനോട് പറഞ്ഞു ഓപ്പറേഷൻ വേണം, രോഗം മാറുന്നില്ല. യേശു വന്നിട്ട് പറഞ്ഞു ദുരാത്മാവ് വിട്ടുപോകാൻ പറഞ്ഞു. ഉടനെ ദുരാത്മാവ് നോക്കുമ്പോൾ ആരായി പറയുന്നത്? നോക്കുമ്പോൾ ബൈബിൾ പറഞ്ഞു യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാ. കണ്ടോ, 2 രാജാക്കന്മാരുടെ രാജാവാ. പിശാച് പറഞ്ഞു ഓക്കെ ഞാൻ പോവാ. കണ്ടോ, എന്നാ പിശാച് നീ പോകുന്നത്? കണ്ടോ, എന്റെ ചോദ്യം, ഈ ദുരാത്മാവ്, ഊമനും ചെകിടനുമായ ദുരാത്മാവിനെ ആരെങ്കിലും കണ്ടോ? യേശു കണ്ടു. അല്ല, നാട്ടുകാരെങ്കിലും കണ്ടോ? ഇല്ല. അവര് കാണുന്നത് എങ്ങനെയാ? മിണ്ടാൻ മേലാത്ത, ചെവി കേൾക്കാൻ മേലാത്ത ഒരു ചെറുപ്പക്കാരൻ, താടിക്ക് കൈവച്ചിട്ട് അയ്യോ പാപം ചെറുപ്പക്കാരൻ. പക്ഷെ ബൈബിള് പറയുന്നു അവന് മിണ്ടാൻ പറ്റും, അവന് കേൾക്കാൻ പറ്റും. പക്ഷെ ഒരു ദുരാത്മാവ് അവന്റെ വായ അടച്ച്, അവന്റെ ചെവി അടച്ചു വെച്ചിരിക്കുക. കണ്ടോ, കണ്ടോ? ഡോക്ടർ പറഞ്ഞ ദുരാത്മാവ് പോവോ? ഇല്ല. നാട്ടുകാർ പറഞ്ഞ ദുരാത്മാവ് പോവോ? ഇല്ല. മരുന്ന് കഴിച്ചാ പോവോ? ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം രോഗമല്ല പ്രിയര്. എത്ര മരുന്ന് കഴിച്ചാൽ ഈ രോഗം മാറുന്നില്ല, രോഗമല്ലത്, അദൃശ്യമായ മണ്ഡലമാണ്. അവിടെ നിങ്ങൾ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം അറിയണം ഞാൻ ആരാണ്, എൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 10:19 പറയുമ്പോൾ ഐ ഹാവ് അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ സർപ്പൻസ് ആൻഡ് സ്കോർപ്പിയൻ. സർപ്പൻസിനെയും സ്കോർപ്പിയൻസിനെയും പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. കണ്ടോ, അധികാരം, താക്കോല്, തുറക്കുവാൻ മിറക്കിൾസിനെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി രാജകീയ അഭിഷേകത്തിൻ്റെ അകത്ത് അന്യഭാഷ ആവശ്യമില്ല. രാജാവ് ഇന്നേ വരെ അന്യഭാഷ പറഞ്ഞിട്ടില്ല. പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ഇന്നേ വരെ അന്യഭാഷ പറഞ്ഞതായിട്ട് ബൈബിളിൽ ഇല്ല. രാജകീയ അഭിഷേകത്തിൻ്റെ അകത്ത് അന്യഭാഷയുടെ ആവശ്യമില്ല, പകരം ആ അഭിഷേകം മാത്രം മതി. എന്നാൽ പൗരോഹിത്യ അഭിഷേകത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പുതിയ നിയമത്തിൽ അപ്ഗ്രേഡ് ചെയ്തു. പഴയ നിയമത്തിലെ എന്താ പറഞ്ഞത്, പുരോഹിതന്മാർ അന്യഭാഷയൊന്നും പറഞ്ഞില്ലെന്ന് ബൈബിളിൽ പറഞ്ഞുണ്ട് വ്യക്തമായിട്ട്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. കാര്യം പഴയ നിയമത്തിൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടാൻ പറ്റത്തില്ല, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കാൻ പറ്റത്തില്ല. അഴിക്കാൻ പറ്റും. അതല്ല, പഴയ നിയമത്തിൽ അഴിക്കാനും പറ്റും, പുതിയ നിയമത്തിൽ പുരോഹിതന് പറ്റും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. എന്താ ഈ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിലെ വലത് ഭാഗത്ത് നമ്മളെ കൊണ്ടിരുത്തിയിരിക്കുക. FAC ലേഖനം, കൊലോസ്യ ലേഖനം പറഞ്ഞേക്കുന്നു. കുറച്ചും കൂടെ അധികാരങ്ങൾ കൂടുതൽ കിട്ടി. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് അത് പറ്റുമെങ്കിലും പരിധികളുണ്ട്. അതുകൊണ്ടാണ് ചെങ്ങലയൊക്കെ ഇട്ട് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രമേ കൃപാസനത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിലെ പുതിയ പുരോഹിതന് ഏത് സമയത്തും ചെല്ലാൻ പറ്റും. കണ്ടോ?
അപ്പൊ ദൃശ്യമായ മണ്ഡലങ്ങളെ ബന്ധിച്ചാണ് നിങ്ങൾ അവിടെ ബന്ധിക്കുകയോ. ശരിക്കും പറഞ്ഞ ഒരു വെച്ച് വീട്ടിൽ തൊണ്ട് അന്യഭാഷ പറയാന്ന് വിചാരിച്ചു. ഊറാബാന ശംദല ഹസ്താനകഥാറബസിയാന്തരി വെറുതെ അന്യഭാഷ പറയരുതേ, ആ വചനം കൂടെ പറയണമേ. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം യഹോവനുടനാവുന്ന ഈ വചനം കൂടെ പറയുമ്പോൾ നിങ്ങൾ അതിനെ ബൈൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആ ദേശത്തിലെ അധികാരങ്ങളെ ബൈൻഡ് ചെയ്യുകയാണ്. ദേശത്തിലെ പൈശാചിക ശക്തികളെ ബൈൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് പലപ്പോഴും പലരും വിശ്വാസത്തിന്റെ വചനം പറഞ്ഞിട്ടും ബ്രദർ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം മനസ്സിലായോ? നിങ്ങളുടെ അകത്ത് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ എന്നാ കാണിച്ച് എത്രയുണ്ട് നോക്കുമ്പോ എന്തുവാ? പകുതി അവിശ്വാസവും പകുതി വിശ്വാസവാ. വിശ്വാസവും അവിശ്വാസവും മിക്സ് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കാറ്റടിച്ചുലയുന്ന തിരമാല പോലെ ആയിപ്പോകും. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ വചനം പറയുന്ന വ്യക്തി ആത്മാവിൽ എന്ത് ചെയ്യണം? യുദ്ധവും കൂടെ ചെയ്യണം. കണ്ടോ? ചില വിഷയങ്ങൾ അങ്ങനെ, ചിലത് ഒറ്റ വിഷയത്തിൽ തന്നെ അത്ഭുതം നടക്കുന്നതാണ്. അങ്ങനെയുണ്ടോ? ബ്രദറെ ഞാൻ വചനം പറഞ്ഞപ്പോൾ തന്നെ വഴി അങ്ങോട്ട് തുറന്നു. ചിലർ പറയും ബ്രദറെ ഞാൻ വചനം പറഞ്ഞ് മടുത്ത് ബ്രദറെ വഴി തുറക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്നറിയാവോ? യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. വേരിയേഷൻ അകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ദൃശ്യമായതും അദൃശ്യമായ മണ്ഡലത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്യഭാഷ പ്രാപിക്കണോ വേണ്ടേ? നിങ്ങൾ പറ. കണ്ടോ? അപ്പൊ അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നോക്കിയേ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നോക്കി. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കും. നോക്കിയേ, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. ഭൂമിയിൽ അഴിക്കുക. കണ്ടോ? ഭൂമിയിൽ അഴിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ അഴിക്കുകയാണ്. അഴിക്കുക നമ്മൾ. കണ്ടോ? ചിലതിനെ അഴിക്കുന്നുണ്ട്, ചിലതിനെ ബന്ധിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാ, ഈ ദേശത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ഏതൊക്കെ ദുരാത്മാവുണ്ടെന്ന്. അതിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ അധികാരിയാണ്, ഞാൻ രാജാവാണ്, ഞാൻ പൗരോഹിത്യമാണ്. എന്റെ ദൈവം ഈ രാജ്യത്ത് അധികാരിയും പുരോഹിതനുമാക്കി വെച്ചിരിക്കുന്നു. റാത്താബന്തലഹസ്തിയാന്തരി. അന്യഭാഷ പറയുമ്പോൾ ഈ രാജ്യത്തിരിക്കുന്ന അദൃശ്യമായതും ദൃശ്യമായതുമായ അധികാരികൾ തന്നെ എന്ത് ചെയ്യും? മുട്ടുമടക്കും. അതിന് ഭൂമിയിലെ അധികാരികളായിക്കോട്ടെ, അദൃശ്യ മണ്ഡലത്തിലെ അധികാരി ആയിക്കോട്ടെ, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ ചില ജോലി സ്ഥലങ്ങൾക്കകത്ത് പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തികൾ ഒരു കാരണവുമില്ലാതെ പഴി പറയുകയും നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്ന ചില വ്യക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു അധികാരത്തോടെ ഒന്ന് കൽപ്പിച്ച് ഒന്ന് പറഞ്ഞ്, എനിക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കുന്നു. അവരൊരു വഴിയായി വരും. ഒരു വഴിയായി വരും, 7 വഴിയായി ഇത് ഓടിപ്പോകും. ഇന്ന് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചേ. ആ എന്തോ ബ്രദറെ, എന്റെ തലയ്ക്കൊരു പെരുപ്പ്. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവാണ്. എന്റെ നെറ്റിയൊക്കെ അങ്ങ് മറ്റോ അടിച്ചു വരുന്നു. കൈവച്ച സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് കൽപ്പിച്ച്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഗീരാസിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ആ തലയ്ക്കകത്ത് വ്യാപരിക്കുന്ന രോഗശക്തിയെ ഞങ്ങൾ ഇപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. In the name of Jesus Christ. Healing in the name of Jesus Christ. രോഗത്തെ ബന്ധിക്കുന്നു, രോഗശക്തിയെ ബന്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേട്ടെ പ്രിയരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ എനിക്കില്ല ബ്രദറെ എന്ന് പറഞ്ഞ് കരയാതെ അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വർത്തമാനം പറയാൻ വേണ്ടിയല്ല, കൊതിയോടെ പറ കർത്താവേ എനിക്കത് വേണം. എന്തിനാണെന്നറിയാവോ? നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, ആത്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആത്മീക വരമുള്ള പ്രാർത്ഥന വേണം. ഇത് പൗരോഹിത്യ അധികാരത്തിന്റെ അകത്താണ് അന്യഭാഷയുള്ളത്. രാജകീയ അധികാരത്തിന്റെ അകത്താണ് നിങ്ങൾക്ക് എന്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജകീയ അധികാരം ഉള്ളത് കൊണ്ടാണ് വചനം എന്ന വാളെടുക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? ഈ വാളും പരിചയം ഉപയോഗിക്കുന്നത് ആരാ? രാജാവാണോ പുരോഹിതനാണോ? ഏതെങ്കിലും പുരോഹിതൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ? പറ. രാജാവാണ് വാളെടുക്കുന്നത്. കണ്ടോ? ഏതെങ്കിലും പുരോഹിതൻ വാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ല. യുദ്ധം ചെയ്യാൻ പോയത് ആരാ? ദാവീദ് രാജാവ്, ശൗല് രാജാവ്, ശലോമോൻ രാജാവ്. ഇവരൊക്കെയാണ് വാളും പരിചയപ്പെട്ടത്. അപ്പൊ പുരോഹിതന്റെ പണി എന്തുവായിരുന്നു? ആ സമയത്ത് പുരോഹിതൻ എന്ത് ചെയ്യും? ഉറങ്ങുമായിരുന്നോ?
അല്ല ദൈവത്തെ. പുരോഹിതൻ ആലയത്തിൽ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യും. അതായത് ഇസ്രായേലിന്റെ രാജാവ് അവിടെ എന്താ പറഞ്ഞത്, അദ്ദേഹം പോയി അവിടെ യുദ്ധം ചെയ്യുമ്പോൾ അകത്ത് പ്രാർത്ഥനയിൽ പുരോഹിതൻ യുദ്ധം ചെയ്യുന്നു. കണ്ടോ, രണ്ട് യുദ്ധമാണ്. അതായത് മിദ്യാൻ സൈന്യത്തോട് മിദ്യാൻ സൈന്യത്തോട് പോയി രാജാവ് യുദ്ധം ചെയ്യുമ്പോൾ മിദ്യാൻ സൈന്യത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ദുരാത്മ മണ്ഡലത്തോട് പുരോഹിതൻ യുദ്ധം ചെയ്യുക. കണ്ടോ, രണ്ടുപേര് യുദ്ധം ചെയ്യുക. അതുകൊണ്ടാണ് പെട്ടകവുമായിട്ട് പോയപ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുക. അവിടെ യോശുവ പറയും ഇപ്പൊ രണ്ടാക്കി തരാന്നല്ല പറഞ്ഞത്, പുരോഹിതനെ ദൈവം പറയുക കാലുകുത്തോടെ. കണ്ടോ, അപ്പൊ പുരോഹിതനും രാജാവിനും രണ്ട് ഡ്യൂട്ടിയാ. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ രണ്ടും ഒരുമിച്ചാക്കി വെച്ച് കർത്താവിന്റെ കൃപ. പുരോഹിതനും രാജാവിന്റെ അധികാരവും ഒന്നിച്ചാക്കി വെച്ച്. ഇത് കിട്ടിയ വിശ്വാസിയോ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസി അധികാരം. അതുകൊണ്ടാണ് അന്യഭാഷ പറയുകയും വചനം പറയുകയും ചെയ്യണം. വചനം എന്ന വാളെടുത്ത് വെട്ടുമ്പോൾ രാജകീയ പൗരോഹിത്യം വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് വിശ്വാസം എന്ന പരിച രാജകീയ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടതാ. ഇനി പൗരോഹിത്യ അധികാരം എന്തുവാ? എഫേസ് ലേഖനം എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എഫേസിൽ എടുത്തിട്ട് പെട്ടെന്ന് ഓടിപ്പോവാം. എഫേസ് ലേഖനം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ കർത്താവേ യേശുവിന്റെ നാമം. നോക്കി, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഒന്ന് വായിച്ച്. ഏത് നേരത്തും എന്ത് ചെയ്യാനാണ് നടക്കണേ? നിങ്ങൾ സ്ക്രീനെ നോക്കിയേ. ഇല്ല, ഈ സ്ക്രീനെ നോക്കിക്കേ, ഫോണെ നോക്കിക്കേ. ഏത് നേരത്തെ എന്ത് എങ്ങനെ പ്രാർത്ഥിച്ചത്? ഇത് തൊട്ടുമുളത്ത വാക്യമുണ്ടോ? തൊട്ടുമുളത്ത വാക്യമുണ്ടോ? പിശാചിന്റെ തന്ത്രത്തോളം കഴിയേണ്ട സ്വർവാദിമം ധരിച്ചോളൂ. നമുക്ക് ജലത്തോടല്ല. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ നോക്കിക്കേ, ഈ വാക്കുണ്ടോ? ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നിൽപ്പിൻ. അടുത്ത വാക്യം, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്, ഇത് രാജകീയ അധികാരം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് പൗരോഹിത്യ അധികാരം. കണ്ടോ, രാജാവ് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പുരോഹിതൻ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. കണ്ടോ, മഹാപുരോഹിതൻ എന്ത് ചെയ്യേ? കടയിൽ പോയോ? ഇല്ല. പിന്നെ എവിടെ പോയി? യുദ്ധം ചെയ്യാൻ പോയി? ഇല്ല. ആലയത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ദാവീദ് എന്ത് ചെയ്യേ? യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. കണ്ടോ, വചനം എന്ന വാളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്രദറെ, വചനം പറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ബ്രദറെ. പൗരോഹിത്യ അധികാരം ഉപയോഗിക്കുക. ഏതൊക്കെയോ അദൃശ്യ മണ്ഡലത്തിൽ എന്തൊക്കെയോ ബ്ലോക്കുകളുണ്ട്. കണ്ടോ, ഈ ബ്ലോക്കുകളെ യുദ്ധം ചെയ്ത് ആത്മാവിൽ യുദ്ധം ചെയ്യണം. പൗരോഹിത്യ അധികാരത്തെ ഉപയോഗിക്കുക. ഇതാണ് യേശു പറഞ്ഞ താക്കോല്. മനസ്സിലായി? ബൈൻഡ് ചെയ്യുക. പിശാചിനെ അങ്ങോട്ട് ബന്ധിക്കുക. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അന്യഭാഷ പ്രാർത്ഥനയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായോ? നമ്മളോർക്ക് ചുമ്മാ. അപ്പൊ വചനവും പറയണം, അന്യഭാഷയും പറയണം. എങ്കിലേ പൗരോഹിത്യ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആക്റ്റീവായി നമ്മളിൽ പ്രവർത്തിക്കത്തുള്ളൂ. ചിലർ പറയും ഭയങ്കരമായിട്ട് എനിക്ക് ദൈവപ്രവൃത്തി കാണണം ബ്രദറെ, എനിക്ക് ഭയങ്കരമായ ബ്രദറിന്റെ എനിക്ക് വലിയ ദൈവപ്രവൃത്തി കാണണം. ഞാൻ വചനമൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ നടക്കുന്നത്. ബ്രദറെ, ഞാൻ 15 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ച് ബ്രദറെ. ഇവിടെ വചനം പറഞ്ഞ എത്ര നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത്? എത്ര നേരം പ്രാർത്ഥിക്കണം? ഒന്ന് വായിച്ചേ. ഫസ്റ്റ് കണ്ടോ, 1 മണിക്കൂർ പോരാ, 15 മിനിറ്റ് പോരാ, 2 മണിക്കൂർ പോരാ, ഏത് നേരത്തും. ആ കരിയുമ്പോഴും യഹോവ എന്റെ ഇടയനാവുന്ന എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എനിക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. എന്നോട് നിൽക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ. കണ്ടോ, ഫൈറ്റ് ചെയ്യുകയാണ്. തടസ്സങ്ങളൊക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ? നിങ്ങൾ അതിനെ ബൈൻഡ് ചെയ്യുന്നു, കെട്ടുവാണ്. നിങ്ങൾ അതിനെ ബന്ധിക്കുകയാണ്. അപ്പം ശബല. മനസ്സിലായോ? അച്ചായന്റെ മദ്യപാനം മാറുന്നില്ല. കണ്ടോ, ധ്യാനത്തിന് പോയി മാറുന്നില്ല, ഡോക്ടറെ കാണിച്ചു മാറുന്നില്ല, കൗൺസിൽ ചെയ്തു മാറുന്നില്ല. ബന്ധിക്കണം. ആ മദ്യപാനം കൊണ്ടുവരുന്ന ദുരാത്മാവിനെ ബന്ധിക്കണം. വചനം പറഞ്ഞാൽ മാത്രം പോരാ, ആത്മാവിലും യുദ്ധം ചെയ്യണം. വചനം കൊണ്ട് യുദ്ധം ചെയ്യണം, ആത്മാവ് കൊണ്ട് യുദ്ധം ചെയ്യണം. അന്യഭാഷ പ്രാപിക്കണം പ്രിയരെ. കണ്ടോ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഏത് നേരത്തും പ്രാർത്ഥിച്ചും അതിനായിട്ട് ജാഗരിച്ചുകൊണ്ടും പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം.
പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പല രാജ്യത്തിനും, പ്രത്യേകിച്ച് നൈജീരിയയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പം ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയെ കണ്ടല്ലേ. പല ആരാധനാലയങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നു. പ്രാർത്ഥിക്കണം ദൈവജനം. ആരാധന നമ്മുടെ ആവശ്യമല്ല, അവകാശമാണ്. അതിന് വിരോധമായി ദൃശ്യമായ വാഴ്ചയുണ്ട്, അദൃശ്യമായതുണ്ട്. നമ്മളെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്ന അങ്ങനെ തല്ലുകൊണ്ടാലും കുഴപ്പമില്ല, മേടിച്ച് വീട്ടിൽ അല്ല. ഫൈറ്റ് ചെയ്യണം നമ്മൾ. ആ കാലമൊക്കെ കഴിഞ്ഞ് പ്രിയരേ. അധികാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. എൻ്റെ കഴിവുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോണില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞൊരു ചാർമിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആരാ ചാർമിളയുമായിട്ട് ബന്ധപ്പെട്ടത്? ചാർമിളയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരുക. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ആത്മമണ്ഡലത്തിൽ അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുക. ഇന്ന് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ എവിടെ നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്, നാമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു നിമിഷം ഞാൻ അറിയിപ്പ് പറഞ്ഞോട്ടെ. 27-ാം തീയതി ഈസ്റ്റ് ഹാമിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ വരാൻ സാധിക്കുന്നവർ വരിക. നിർബന്ധിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നിർബന്ധത്താൽ വരുന്നതല്ല വിശ്വാസ ജീവിതമൊന്നും. കഴിയുമെങ്കിൽ നിങ്ങൾ സാധ്യതകൾ ഉണ്ടെങ്കിൽ വരിക. 2, വരാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് ദൈവം ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ് ഇംഗ്ലണ്ട്. ഇന്ന് അതെല്ലാം പോയി. നമുക്ക് സുവിശേഷം തരുവാൻ ദൈവം ഉപയോഗിച്ച ആൾക്കാരാണ് ഇംഗ്ലണ്ടുകാർ. സുവിശേഷം തരുവാൻ നമ്മളിന്നറിയാം. നമ്മൾ പല സഭകളും നമുക്ക് ബെഞ്ചമിൻ ബിലിയെ പോലെയുള്ള ഹെൻറി ബേക്കറിനെ പോലുള്ള ആൾക്കാരാണ് ബൈബിൾ നമുക്ക് എന്ത് ചെയ്ത് തർജ്ജമ ചെയ്ത് തരുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് കോട്ടയത്തെ ബേക്കർ ജംഗ്ഷൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹെൻറി ബേക്കർ. ഞാനിപ്പോൾ താമസിക്കുന്ന നമ്മുടെ മിനിസിസ്റ്ററുടെ ഒക്കെ സ്ഥലമാണ് ഹെൻറി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹത്തെ അടക്കം ചെയ്തത് അവിടെയെന്ന് പറയപ്പെടുന്നു. വില്യം ഗിയറി. ഓക്കെ. അപ്പം ഈ ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. സുവിശേഷത്തിന്റെ ആ ഒരു വാതിൽ ഈ ദേശത്ത് നിന്ന് മാറിപ്പോയി. എന്നാൽ വീണ്ടും ദൈവം നമ്മളെല്ലാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ അകത്ത് ഭാഗമാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ എപ്പോഴും പറയും, ഇപ്പം ഞാൻ നിങ്ങൾക്ക് സുവിശേഷം പറയുക, നിങ്ങളെ സുവിശേഷത്താൽ നിങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രിയപ്പെട്ട ആളാണോ? ആണോ അല്ലയോ? അതെ അതെ അതെ, ക്രിസ്തുവിൽ പ്രിയപ്പെട്ട ആളല്ലേ ഈ ബ്രദറിനെ ദൈവം ഞങ്ങൾക്ക് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് മൂപ്പന്മാരെ പിതാക്കന്മാരെ ബഹുമാനിക്കാൻ ദൈവം പറയുന്നത്. ഇതേപോലെ നമുക്ക് വചനം തരുവാൻ കർത്താവ് ഉപയോഗിച്ചത് അവരെയാണ്. അവരൊത്തിരി ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് സുവിശേഷവുമായിട്ട് കൊണ്ടു തന്നു. ഞാൻ എനിക്ക് വന്നത് ഇന്നാളെ ഞാൻ പറഞ്ഞാൽ ഹെൻറി ബേക്കറുടെ ഒക്കെ ചരിത്രം വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യാത്രയിൽ, ഹെൻറി ബേക്കറാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ CSIയുടെ സ്ഥാപകനായ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കപ്പലെ വെച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരണപ്പെടുകയും തിരിച്ചു കൂടുതലും നമുക്ക് പോകണ്ട, ഇന്ത്യയിലോട്ട് സുവിശേഷം അറിയിക്കേണ്ട, എന്തോ ദുർനിമിത്തമാണെന്തോ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്റെ മകനെ കടലിൽ അടക്കം ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല, ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കണം. അങ്ങനെ വന്ന് സ്ഥാപിക്കപ്പെട്ട സഭകളാണ് CSI പോലുള്ള സഭകൾ. കണ്ടോ? അപ്പൊ ഇതേപോലെ സുവിശേഷം നമുക്ക് തന്ന രാജ്യങ്ങളെല്ലാം വീണ്ടും സുവിശേഷത്തിന്റെ നഷ്ടത്തിലേക്ക് അവർ പോയി. അതെല്ലാം പോട്ടെ, അവരൊക്കെ ലോകവുമാണ്, പാപികളാന്ന് പറഞ്ഞ് നമുക്ക് കളയാൻ പറ്റില്ല. പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകരാജ്യം, നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഈസ്റ്റ് ഹാമിൽ നടക്കുന്ന പ്രാർത്ഥന വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതൊരു സാധാരണ പ്രാർത്ഥന പോലെ പ്രാർത്ഥന എനിക്ക് ആഗ്രഹമില്ല, എൻ്റെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമല്ല. അവിടെ ആൾക്കാർ എത്ര വരുന്നു, ചിലപ്പം കുറച്ച് പേരുള്ളായിരിക്കാം, മതി. ആ കുറച്ച് പേരെന്നുള്ള ദേശത്തിന്റെ മേൽ നമ്മൾ എന്ത് ചെയ്യുക? സുവിശേഷത്തിന്റെ വിത്ത് പാകുക. കണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരും അതിൽ ചേരുമ്പോൾ ആ പകർച്ച നിങ്ങളുടെ മേലും ഉണ്ടാവും. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. അതുകൊണ്ട് ആ വിഷയം ഓർത്ത് അന്യഭാഷ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, പലരും അത് ചിലരെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇതും കൂടെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്ത പ്രയർ സ്റ്റേഷൻ പത്തനംതിട്ടയിലാണ്, അതും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഓരോ പട്ടണങ്ങളെയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. നിങ്ങൾ പുരോഹിതന്മാരാണ്, നിങ്ങൾ പറഞ്ഞാൽ പിശാച് കേൾക്കും.
നിങ്ങൾ പറഞ്ഞാൽ രോഗം മാറും, നിങ്ങൾ പറഞ്ഞാൽ ഭൂതം മാറും, നിങ്ങൾ പറഞ്ഞാൽ മരിച്ചത് ഉയർക്കും. ഇത് പൗരോഹിത്യ രാജകീയ അഭിഷേകമാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഷാൽഫോ റാമ ഖാനി എല്ലാവരും പ്രാർത്ഥിച്ച് സോഫന ഹസിയംബ്രക ശ്രീഫല യേശുവേ ഫറാലാസിപ്പോ ഫറാലിയാന്തിരി. ഏപ്രിൽ മാസം 12-ാം തീയതി ജനിച്ച വ്യക്തി ആരാ? ഏപ്രിൽ മാസം 12-ാം തീയതി. ആ പ്രൈസ് ലോർഡ് ബ്രദറെ, എന്റെ മോനാ. സിസ്റ്റർ, എന്റെ മോനും ഉണ്ട്. രണ്ടുപേരുടെ മോനാ. ആ അതെ. ഞാൻ ഈ എ എന്ന് പറയുന്ന അക്ഷരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥിക്കുമ്പോ എല്ലാം ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഏതോ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോർഡ് ജീസസ്. എന്റെ മോക്കടെ മോൻ ഏപ്രിൽ 5-ാം തീയതിയാണ്. ഞാൻ പറഞ്ഞു ഏപ്രിൽ 12 സിസ്റ്ററെ. ഏപ്രിൽ 12-ാം തീയതി ജനിച്ച വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഏപ്രിൽ 12-മായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഭവനത്തിൽ ചുവന്ന കളറിലെ ഡിസൈനുള്ള ഏതെങ്കിലും ബാഗ് വല്ല ഇരിപ്പുണ്ടോ? റെഡ് കളറിലെ, കടും റെഡ് അല്ല, ലൈറ്റ് റെഡ് കളറിലെ ഡിസൈൻ വെച്ചിരിക്കുന്ന ബാഗ് വല്ലതും ഉണ്ടോ ആ വീട്ടിൽ? ഏതെങ്കിലും മുറിയിൽ ലൈറ്റ് റെഡ് കളറിലെ ബാഗ് ഏപ്രിൽ മാസം 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മുറിയിൽ, ആ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മുറിയിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുക. അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞു. എന്റെ വീട്ടിലാ. ഏപ്രിൽ 12 ആരാ സിസ്റ്ററെ? എന്റെ മോനാണ്. ആ ബാഗ് ഇരിക്കുന്നത് എവിടെയാ സിസ്റ്ററെ? മോൻ കിടക്കുന്ന മുറിയില്. മോന്റെ മുറിയിൽ ഇരിക്കുന്നത് അല്ലേ? എന്റെ ഹാൻഡ് ബാഗാ. സിസ്റ്ററുടെ ഹാൻഡ് ബാഗ് ആണ്. പക്ഷെ അത് ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാ? മോന്റെ മുറിയില്. ഞാനിപ്പോ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇല്ല, പക്ഷെ അതിന്റെ പൊസിഷൻ ഇരിക്കുന്നത് മോന്റെ മുറിയിലാണ്. മോനാണ് ഏപ്രിൽ 12 ജനിച്ചത് അല്ലേ? അതെ അതെ അതെ. കർത്താവ് എന്നെ അടയാളമായിട്ട് കാണിച്ചത് കേട്ടോ. ഏപ്രിൽ 12 ജനിച്ച വ്യക്തി ഈ റെഡ് ബാഗ് ഞാൻ കാണുവാണ്. അതിരിക്കുന്ന സ്ഥലത്ത്, അതായത് ഈ ബാഗ് ഇരിക്കുന്ന മുറിയിൽ ആരാണോ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ മുറിയിലിരിക്കുന്നത് ഈ ഏപ്രിൽ 12-കാരൻ തന്നെയാ അല്ലേ? അതെ 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 അതെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അവന്റെ മേൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ കത്തട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ യേശുവെ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുമ്പോൾ 2 അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുക. അവനെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടൻ അവന്റെ മേൽ വെച്ചിരിക്കുന്ന ദൃഷ്ടി ഇന്ന് അതിനെ ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അവൻ റിലീസാകട്ടെ. ദുഷ്ടന്റെ പ്ലാനുകൾ തകരട്ടെ. പിശാചേ, നീ വിട്ട പ്ലാനുകളെ ബന്ധിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ, കർത്താവിന്റെ വലിയ അത്ഭുതം നടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ജെ എന്ന് പറയുന്ന ഒരു അക്ഷരം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജെ. അതോടൊപ്പം തന്നെ എന്റെ പേര് ജോമോൾ എന്നാ. ജോമോൻ. അതുപോലെ സിസ്റ്ററെ, എന്നോട് ജോർജ് എന്നും കൂടെ കർത്താവ് പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. മകന്റെ ജീവിതത്തിൽ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവന്റെ ഭാവിയിൽ ഒരു അനുഗ്രഹമായി കർത്താവ് മാറ്റും. ആ പേര് കുറിച്ച് വെച്ചോണേ കേട്ടോ. അവന്റെ ലൈഫിൽ ഒരു മുഖാന്തരമായി തീരും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ലോഫ്രമസ് എല്ലാരും പ്രാർത്ഥിച്ച് നിഹോ ഫറാലഹസ്തിയാന്തിരി മഷലാന്തിരി. ഈ പെടലിയിൽ അവിടുന്ന് കൈയുടെ അങ്ങോട്ട് വേദനയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പെടലിയിൽ അവിടുന്ന് കൈയുടെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൈ വെക്കാവോ സഹോദരൻ? യേശുവേ, ഒന്ന് കൈവച്ച വേദനയുള്ളവരെല്ലാം ഒന്ന് കൈവച്ച്. കൈവച്ചോ? കർത്താവെ, ഞാൻ യേശുവിന്റെ ഈ ശാന്തി ബാലകൃഷ്ണ സിസ്റ്ററെ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണ്. സിസ്റ്റർ മ്യൂട്ട് മാറ്റും. എനിക്ക് എക്കോ വരുന്നുണ്ടേ. 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, എനിക്ക് എക്കോ വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സിസ്റ്റർ മാത്രം മ്യൂട്ട് ചെയ്തോ. എനിക്ക് എക്കോ വരുന്നു. എനിക്കൊന്ന് അവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് എന്റെ എല്ലാം ആയിരിക്കാം. അങ്ങനെ എക്കോ വരുന്നുണ്ട്. അതുകൊണ്ടാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും കൈവച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ അടിപ്പിണരുകളാൽ കൈ ഒന്ന് വെച്ച സഹോദരങ്ങളെ ഒന്ന് പറഞ്ഞ് ആ ഒരു അധികാരത്തെ ഒന്ന് ഉപയോഗിച്ച്
അധികാരത്തോടെ പറ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ആ അധികാരത്തെ ഉപയോഗിച്ച് പറ, ഞാൻ ഈ രോഗശക്തിയെ അഴിക്കുമെന്ന് പറ. ഈ വേദന ഞാൻ യേശുവിന്റെ നാമത്തിൽ അഴിക്കുമെന്ന് പറ. ഷാബേ ടേബി അഴിച്ച് ആ വേദനകളെയൊക്കെ അഴിച്ച് യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നു. താങ്ക് യു ജീസസ്. ആ കൈ അവിടുന്ന് മാറ്റല്ലേ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ, എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക്? ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇപ്പം ആ കൈ വെച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, നിങ്ങളുടെ അവിടെ എന്താണ് വ്യത്യാസം വന്നത് ഒന്ന് ചെക്ക് ചെയ്തേ. അധികാരം നിങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നു, അധികാരത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് എന്താണോ കഴിയാത്തത്, ഉയർത്തുകയോ പിടിക്കുകയോ എന്താണോ ചെയ്യുമ്പോൾ വേദനയുള്ളത്, വേഗത്തിൽ ഓടിപ്പോയി ചെക്ക് ചെയ്ത് ഷൽബേരിയ റാംസേറ്റേരിയ. ഇന്ന് കർത്താവിന്റെ അത്ഭുതം ഇന്ന് അവിടെ വെളിപ്പെട്ടിരിക്കുക. ഓ യേശുവേ, എൻ്റെ ഉള്ളത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പൊ ഞാൻ ചോദിക്കുക, ചെക്ക് ചെയ്തിട്ട് സൗഖ്യം, പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി പറയണം. പൂർണ്ണ സൗഖ്യം, ഭാഗികമല്ല, പൂർണ്ണ സൗഖ്യം ഉണ്ടെന്ന് പറയുന്നവർ മാത്രം. മറ്റവര് പൂർണ്ണ സൗഖ്യമാകാത്തവര് പൂർണ്ണ സൗഖ്യമാകുന്നത് വരെ പറയണം, ഞാൻ ഈ രോഗത്തെ അഴിച്ചു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനിസ്റ്റ് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ? എൻ്റെ ഉള്ളത്തിൽ കർത്താവ് സോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. സോളി, ഈ സോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു പ്രേരണ തരുക. റോഷാന കേട്ട സിസ്റ്ററെ, ഈ സോളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് മെയ് മാസം കാണുക. മെയ് സോളിക്ക് വേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അറിയില്ല, എന്റെ സഹോദരി ഞാൻ വിളിച്ച് ചോദിക്ക് പറയാം. അതെ, എന്റെ പേര് സോളി എന്നാണ്, ഞാൻ മെയ് മാസത്തിലുള്ളതാണ്. അതാ ചോദിച്ചത്. സിസ്റ്റർ ആണ് സോളി, മെയ് മാസം ജനിച്ചേക്കുന്നത്. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത, സോളി സിസ്റ്റർ മാത്രം, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററെ, മെയ് മാസം സിസ്റ്റർ ജനിച്ചേക്കുന്നത് അല്ലേ? അതെ അതെ. ഓ ഇൻ ദ നെയിം ഓഫ്. ഈ മാസം ഞങ്ങൾ വല്ല അറിയാൻ സാധ്യത ഉണ്ടോ സിസ്റ്ററെ? ഇല്ല സിസ്റ്ററെ, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സ് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 എന്നൊരു നമ്പർ കണ്ടുകൊണ്ടിരിക്കുക. ഷാൽപേരിയാന്തരി. ഈ നമ്പര് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് തുടക്കത്തിൽ ഏതോ ഒന്നിൽ ഈ 2 എന്നൊരു നമ്പർ കാണിക്കുക, എന്തോ ഒന്നിൽ ഈ 2 എന്നൊരു നമ്പർ തുടങ്ങുക. ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി എന്തോ ഒന്നിൽ ഈ 2 എന്നൊരു നമ്പർ ആദ്യം തുടങ്ങുന്നത്, എന്തോ ഒരു പേപ്പറിലോ എന്തോ ഒരു കാർഡിലോ എന്തോ ഒരു സർട്ടിഫിക്കറ്റിലോ എന്തോ ഒന്നിൽ 2 എന്ന് പറയുന്ന അക്കം തുടങ്ങുന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് ജീസസ് ക്രൈസ്റ്റ് അതിൻ്റെ അകത്തൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്ന തപ്പണവേ. ഏതോ ഒരു ഫയലോ എന്തോമായി എന്താ ഈ 2 എന്നുള്ളത് ചെക്ക് ചെയ്യണം. 2 ഇനി വ്യക്തികളുമായുള്ള ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ശ്രദ്ധിക്കുക. എന്താണോ അതുമായിട്ട്. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് 27/2 അങ്ങനെയാണ്. അല്ല സിസ്റ്റർ, 27 ഇത് എന്താ? ഇതൊരു ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്വേഷിക്കുക, ഒന്ന് ചെക്ക് ചെയ്യും. അലമാരിയൊക്കെ തുറന്ന് ഏത് ഫയലിലാണോ അത് നമുക്ക് ഗുണമുള്ള ഒരു ഫയല്, അതിലുമായിട്ട് ബന്ധപ്പെട്ട 2 എന്നൊരു നമ്പർ കേട്ടോ. സർട്ടിഫിക്കറ്റുകൾ നോക്കുക. 2 എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 തുടങ്ങുന്നത്, 27 അല്ല, 2 ആരംഭിക്കുന്നത്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ ആത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഷൽബേരിയ ഫെനാസിയാം തെരീകോ ലബേരിയ ഫ്രാസിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
പരിശുദ്ധാത്മാവെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തി വിടുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാവോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാവോ? ഷമലാല ഫ്രസിയനെ അഫിയാല സിയാന്തിരി ജീസസ് ക്രൈസ്റ്റ്. എല്ലാരും മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതിയേ. ഈ 22-ാം തീയതി ജനിച്ച ജോൺ എന്ന് പറയുന്ന വ്യക്തിയുമായി കണക്ട് ചെയ്തത് ആരാ? 22-ാം തീയതി ജനിച്ച ജോൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാ? ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ ഉള്ളത്തിൽ പറ. ഏത് കുടുംബത്തിലാണ്? എന്റെ 22 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അല്ല, ജോണിന്റെ ഉണ്ട്. എന്റെ ഹസ്ബൻഡ് മെയ് 22 ജനിച്ചതാണ്. ആ, പേരെന്തുവാ? ജോൺ. ജോൺ. 22-ാം തീയതി ജനിച്ച ജോണിന്റെ ഭവനത്തിന്റെ മേൽ പ്രാർത്ഥിക്കാനാണ് നിയോഗം തന്നിരിക്കുന്നത്. കർത്താവ്, ഞാൻ ഇന്ന് അനുഗ്രഹിച്ചു പ്രൊഫസർ. ഞാൻ കാണുമ്പോൾ തന്നെ എന്റെ അകത്ത് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ഈ ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് മുറുകി വെച്ചിരിക്കുന്ന ഒരു ആത്മീയ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഒരു ചുവന്ന ചരട് കൊണ്ട് കെട്ടി വരിഞ്ഞ് മുറുകി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം. ഈ വിഷയം കെട്ടിയത് ഭൂമിയിലാണെങ്കിലും അദൃശ്യ മണ്ഡലത്തിന്റെ അകത്ത് ഇത് റിഫ്ലക്ഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കാണുക, ഈ കാലുകളുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ എപ്പോഴും കുടുംബത്തിൽ ആർക്കും ഉണ്ടാവും. ആർക്കത് അത് ബുദ്ധിമുട്ട് വരുന്നത്? കാലുകൾ. അതെ, എന്റെ ഹസ്ബൻഡിന് തന്നെയാണ്. ഹസ്ബൻഡിന്റെ കാല് എപ്പോഴും തിരുമ്മിയിരിക്കണം. ജീസസ്. ഇന്നിപ്പോൾ യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞാൻ കൽപ്പിക്കുന്നപ്പാ, ആ കെട്ടുകളെ പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ചുവന്ന ചരട് കൊണ്ട് കെട്ടി പ്രിയമക്കളുടെ ജീവിതത്തിന്റെ ഭാവിയെ അടച്ച് രോഗിയാക്കി കിടത്തുവെന്ന് വാദിക്കുന്ന വിശ്വാസം പ്രാർത്ഥന കൊണ്ടാ നിന്നത് കേട്ടോ. പ്രാർത്ഥന കൊണ്ടാ കുടുംബം ചെതറണമെന്ന് വാദിച്ചു കെട്ടിയതിന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ജോണിന്റെ മേലൊന്നും ആ അധികാരത്തെ ഞങ്ങൾ ബൈൻഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ യേശുവേ, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡെലിവറൻസിനെ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ തീയമ്പുകൾ കെട്ടുപോട്ടെ. ബ്രദറെ 22 പറഞ്ഞ മാസം പറഞ്ഞായിരുന്നോ? ഞാനത് വിട്ടുപോയി. ജനുവരി എന്നാണോ? 22 സിസ്റ്റർ ജോണുമായി ബന്ധപ്പെട്ടതാണ്. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ പേര് വിക്ടർ ജോൺ ഡേവിഡ്. 22 ജനുവരി 22 ഈ അല്ല സിസ്റ്റർ, ശരിക്കുമുള്ള പേര് ഫസ്റ്റ് നെയിം ആണ് ഞാൻ ചോദിച്ചത്. വിക്ടർ ജോൺ അല്ല, ജോൺ എന്നുള്ള വ്യക്തിയുടെ ജോൺ ജനിച്ചത് 22. അങ്ങനെ എടുത്തു പറഞ്ഞു കേട്ടോ. സർനെയിം അല്ല, റിയൽ നെയിം കേട്ടോ, ഫസ്റ്റ് നെയിം ആണേ. ഗോഡ് ബ്ലെസ്. അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ജോൺ 22 ജനിച്ചത് ഞാൻ പറഞ്ഞത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ ഞാൻ പറയും ജോൺ എന്ന പിതാവിന്റെ ഭവനമെന്ന് പലപ്പോഴും ദൈവാത്മ വെളിപ്പെടുത്തുന്നത്. ഷാഥാറാം അൽഖാസിയാന്തർ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാലയം. ഈ ദിവസങ്ങളിൽ അന്യഭാഷ പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷയിലും പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ എന്താന്നുള്ളത്? പിടികിട്ടിയോ നിങ്ങൾക്ക് എന്താന്നുള്ളതിന്റെ അർത്ഥം? എത്ര പേര് ഗ്രഹിച്ചു ഇന്നത്തെ വചനധ്യാനത്തിലൂടെ? മ്യൂട്ട് മാറ്റി പറഞ്ഞു. മനസ്സിലായി ബ്രദർ. വചനമാകുന്ന വാളുകൊണ്ട്. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വചനം പറയണം. ഇപ്പൊ മനസ്സിലായി. നമ്മൾ കാണുന്ന ലോകമല്ല പ്രിയര്, അദൃശ്യ മണ്ഡലത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ നാളെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓ ഫറാലിയ ഫനാസിയ ഷാംദിയ ഫലിയ റമിയ ഫറാസിയാൻ ടെരിയ ലമാക്ക സാൻഡ ഷബഹഡ ദിഹസഫനകലോബ്രിയാൻ ടെരിമ സെഖീരിയ ഷബ. ഞാൻ രമ്യ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ രമ്യയോട് ചേർന്ന് ജൂണിൽ ജനിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണുക. രമ്യ നിൽക്കുന്നതിനോട് ചേർന്ന് തന്നെ ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണുക. അവിടെ 12 എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാൻ കാണുക. അതാരുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ. ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആരാണോ ഈ രമ്യയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ അയക്കുവാൻ വേണ്ടി പോകുന്നു. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൂമിലാകട്ടെ, ലൈവിലാകട്ടെ,
എവിടെ നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്, അതിനെ ഏറ്റെടുത്തോണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഷഥിരിയമാറഫലസിയാന്തിരി. കർത്താവ് എന്നെ ഉള്ളത്തിൽ ഒരു ഭവനം കാണിക്കുക. വീടിൻ്റെ സൈഡ് വശത്തായിട്ടൊരു പഴയ വാഹനം, ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ, ഓട്ട കണ്ടീഷൻ അല്ല, അതിപ്പോൾ ഓടാൻ പറ്റുന്ന കണ്ടീഷനിലല്ല, ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടക്കുവാണ് ആ വാഹനം. വീടിൻ്റെ സൈഡിലാണ്, കയറി വരുന്നിടത്തല്ല, സൈഡിലാണ് അത് കിടക്കുന്നത്. പെട്ടെന്ന് നോക്കിയാൽ അത് കാണത്തില്ല, പക്ഷെ അത് കാണാവുന്ന രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നതും. അങ്ങോട്ട് എവിടെയാ സിസ്റ്റർ അത്? എന്റെ വീടിന്റെ സൈഡില് പ്ലഷർ വണ്ടിയാണ്, എന്റെ വണ്ടിയാണ്. ഞാൻ 2007 എടുത്ത വണ്ടിയാണ്. അപ്പൊ അത് എന്റെ കൊടുക്കാതെ പലരും വന്ന് ചോദിച്ച്, അപ്പൊ അത് ഓടുന്ന കണ്ടീഷൻ അല്ല, ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് ഞാൻ. വീടിന്റെ ഈ വശം, സൈഡ് വശത്താണ് കിടക്കുന്ന വണ്ടി. സൈഡ് കയറി വരുമ്പോ റൈറ്റ് സൈഡില്. ഓ യേശുവേ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നപ്പാ സിസ്റ്റർ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോ എല്ലാം കർത്താവ് എന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു പേര് എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മകളുടെ ഹസ്ബൻഡ്. ആ, ഈ വണ്ടി ഇരിക്കുന്ന വീട്ടിലെ സിസ്റ്ററുടെ മരുമോനാണ്. മോളുടെ ഹസ്ബൻഡ് ഓ യേശുവേ, ഈ അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഒരു മിനിറ്റ്. ഈ അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ അടയാളം കാണിച്ചത്. അതായത് ഈ വാഹനം ഇരിക്കുന്ന വീടിന്റെ സൈഡ് വശത്താണോ ഓടാത്ത വണ്ടി ഇരിക്കുന്നത്? അതെ ബ്രദർ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു, വീഡിയോ ഓൺ ആക്കി സിസ്റ്ററെ. ഞാനിപ്പോ പുറത്തുനിന്ന് ബ്രദറെ. ഇരുട്ടാണ്. ഇരുട്ടാണ്. എന്റെ കർത്താവേ, എന്റെ യേശുവേ, എന്റെ അപ്പ. കർത്താവ് ഇന്ന് അനീഷിനെ തൊടുക കേട്ടോ. ഇന്ന് അവന്റെ ജീവിതത്തിൽ അവന്റെ ആയുസ്സിനെ ദൈവം വീണ്ടും റിസ്റ്റോർ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ദുഃഖവാർത്തകളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടുന്നപ്പ. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. വന്നോടെ. ഓക്കെ, നിങ്ങൾ നോക്കിയ വണ്ടി കാണുന്നുണ്ടോ? ഓട്ട കണ്ടീഷൻ അല്ലല്ലോ ഇരിക്കുന്നുണ്ടോ? കാട് പിടിച്ചിരിക്കുന്നു. ബാക്കി എല്ലാരും മ്യൂട്ട്. നിങ്ങൾ എല്ലാരും കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എല്ലാവർക്കും കാണാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതാരീ വർത്താനം പറയുന്നേ സിസ്റ്ററെ? മതി സിസ്റ്ററെ, കുഴപ്പമില്ല സിസ്റ്റർ. ഇന്ന് അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുക കേട്ടോ. ബാക്കി ഇതെന്തോ ആരെ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവുന്നില്ല. ഇത്രയും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ എണ്ണയ്ക്കകത്ത് വറക്കാനും നിങ്ങൾ അതിനും ഇതിനൊക്കെ പോകുന്നതുകൊണ്ട് പൗലോസ് ഞാൻ നിങ്ങളെ ഓർത്ത് അതിശയിക്കുവാന്ന് പൗലോസ് പറഞ്ഞതുപോലെ എണ്ണയ്ക്കകത്തൊക്കെ നമുക്ക് പിന്നെ വറക്കാം. പരിശുദ്ധാത്മാവ് എത്ര വിലപ്പെട്ട ആലോചന നമ്മുടെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്ററെ, ഈ വാഹനം അവിടെ ഓടാതിരിക്കുന്ന കാര്യം വല്ല ഞങ്ങൾക്ക് വല്ല അറിയാൻ വഴിയുണ്ടോ സിസ്റ്ററെ? അറിയില്ല ബ്രദറെ, ഈ അനീഷിന്റെ ഈ കുടുംബത്തിൽ അനീഷ് എന്ന് പറയുന്ന മരിമോനുള്ളവർ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? അറിയില്ല ബ്രദർ, കർത്താവിന് മാത്രം. ഇന്ന് കർത്താവ് പറയുന്നു, ഈ ദൈവം പറയും, അവന്റെ ആയുസ്സിനെ നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ പ്രവൃത്തി ഇന്ന് ഈ രാത്രി തമ്പുരാൻ അഴിക്കുക കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? ഈ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം മനസ്സിലായോ? ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയിൽ വില കൊടുത്ത് ഞാൻ ഉറങ്ങുന്നത് 1 മണിക്കൂറാണ്. ബാക്കിയൊക്കെ എന്റെ കർത്താവിന്റെ മുമ്പില് ഞാൻ 1 മണിക്കൂർ ഉറങ്ങുള്ളൂ. ഞാൻ നന്ദി യേശു. അതിന്റെ എല്ലാം കർത്താവ് അതിന്റെ വില. ഇപ്പൊ മനസ്സിലായോ സിസ്റ്ററെ? നമ്മുടെ ഭവനത്തിന്റെ അകത്ത് കർത്താവ് ഒരു അനർത്ഥത്തെ മുൻകൂട്ടി അതിനെ ബന്ധിക്കുവാൻ കർത്താവ്. നിങ്ങൾ നോക്കി, ആ വാഹനം നമ്മൾ പോലും ചോദിച്ചാൽ വാഹനം അവിടെ കേടായിട്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് കാട് പിടിച്ചടക്കുക. ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ കാണിക്കും. വീടിന്റെ ഇടതുവശത്ത് എടുത്തു പറഞ്ഞ അതുകൊണ്ടാണ് നമ്മളിപ്പോ ആ വീട്ടിൽ പോയില്ല. സിസ്റ്റർ ഇപ്പൊ ഓണാക്കി കാണിക്കുമായിരുന്നു ആ വീട്. അതിന്റെ അകത്ത് കർത്താവ് പറയുന്നു, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുക. സഹോദരി, ഇന്ന് കർത്താവ് കുടുംബത്തെ പ്രാർത്ഥന പോരാളിയാക്കി വെച്ചിരിക്കുന്ന വേറൊന്നിനും വേണ്ടിയല്ല, അനേകരെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടി കേട്ടോ. ആമേൻ പറഞ്ഞ് ഞങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നപ്പോ ഒരു കാര്യം പറയട്ടെ. ഈ അനീഷിന്റെ അനിയൻ ഒരു 3 മാസമായി പ്രഷർ 38 വയസ്സായിട്ടുള്ളൂ. പ്രഷർ അടിച്ച് തലയിലെ ഞരമ്പ് പൊട്ടി രാജഗിരിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്കെള്ളെടുത്ത് വയറ്റിൽ വെച്ചേക്കാണ് ഈ അനീഷിന്റെ ഒരു അനിയൻ. അവന്റെ മരണം ആ ഭവനത്തെ ഇങ്ങനെ പുറകെ നിൽക്കുന്നുണ്ടോ സിസ്റ്ററെ? ഇപ്പൊ മനസ്സിലായോ? ഇതൊന്നും വിഷയങ്ങളല്ലെന്ന് മനസ്സിലായോ? ഞാൻ കർത്താവിന്റെ കൂടെ, കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചത്, മരിച്ചോടത്തുനിന്ന് എഴുന്നേൽപ്പിച്ചേക്കണത് അവനാ, ഈ അനിയനാ.
ആ മരണത്തെ ഞങ്ങൾ ഇപ്പോൾ ബന്ധിക്കുന്നപ്പ, ഭൂമിയിൽ കെട്ടുന്നത് ഞങ്ങൾ ഇതിനെ കേട്ടു. പാതാള ഗോപുരമാകുന്ന മരണമേ, നിന്റെ ജയം എവിടെ? ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരമായ മരണമേ, നീ ജയിക്കത്തില്ല. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവചനാലോചന വെളിപ്പെടുമ്പോൾ അതും ഇതും ചിന്തിച്ചിരിക്കാതെ പ്രിയരെ, ബ്രദറിനെ ദൈവം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ബ്രദറിന്റെ നാവിനെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. പ്രാർത്ഥിക്കും, ബ്രദറെ ഞങ്ങൾക്ക് ശക്തമായിട്ട് കൂടുതൽ ബ്രദറിനെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടണം. അങ്ങനെ പ്രാർത്ഥിക്കും, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ എന്തിനാന്നല്ലേ പ്രാർത്ഥിക്കുന്നത് അറിയാവോ? അവർക്കാണ് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വെളിപ്പെടുത്തുന്നത്. അത് ഓർത്തിരിക്കണേ, നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് തമ്പുരാൻ പലതും വെളിപ്പെടുത്തുന്നത്. നന്ദി പരിശുദ്ധാത്മാവേ, ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നമുക്ക് സമയം ഒത്തിരി മുന്നോട്ട് പോയല്ലേ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഷബല റഫസിയ ടെരിമ ഫ്രാസിയ ടെബിയ. നിരോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കൈവച്ച് മിറക്കിൾ മണി എല്ലാ ദിവസവും പറഞ്ഞു കേട്ടോ. അസാധാരണമായ ഫിനാൻസ് തുറക്കും. എന്നിട്ട് പറയണം, എൻ്റെ ഒറ്റ പൈസ പോലും പാഴായി പോകത്തില്ല, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ലോകം മുഴുവനുള്ള ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കാശ് കൊടുക്കത്തില്ല, ഒരു പൈസ പോലും പാഴായി ഒരു രൂപ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പറയണം, എൻ്റെ അധ്വാനം അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാ പിശാച് വരുന്നത്. വിട്ടുകൊടുക്കരുത്. എല്ലാ ദിവസവും വചനം കൊണ്ട് വെട്ടണം. വചനം കൊണ്ട് വെട്ടി കയറണം. നമ്മൾ വിശ്വാസം കൊണ്ട് അതിനെ തടയണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ. ഒരു വിശ്വാസി ഞായറാഴ്ച വെള്ളിയാഴ്ച മാത്രം പോയിട്ട് കാര്യമൊന്നുമില്ല. യുദ്ധം ചെയ്യണം. ഷഥറമസിയാന്തരി. രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, വേദനയുള്ളവർ, രോഗമുള്ളവർ, തേയ്മാനമുള്ളവർ, നീരുള്ളവർ, മുഴയുള്ളവർ, ക്യാൻസർ ഉള്ളവർ, ട്യൂമറുകളുള്ളവർ, കാഴ്ച വേണമെന്ന് ആഗ്രഹമുള്ളവർ, കണ്ണാടി ഊരി മാറ്റിയേ പറ്റത്തുള്ളൂ. കൈവച്ച് ചെവിയിൽ ഇയർബഡ്സ് ഊരി മാറ്റും. വിരലവിടെ വെച്ച് ഫറാല ബന്ധിയരെ ഓപ്പറേഷനുകൾ മാറിപ്പോകാൻ വേണ്ടി പോവാം. അല്പനേരം അന്യഭാഷയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രോഗികൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണമേ, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഷംധേരിയ റമൽക്കേരിയ. അല്പനേരം നമുക്ക് ആ രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ, പൈശാചിക ശക്തികൾ എല്ലാം വിട്ടു ഇപ്പൊ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോവാ. റെഡിയായിട്ട് നിൽക്കുക. സഭ റെഡിയാണോ? ശരീരമാണ് സഭ റെഡിയാണോ? ഒന്നുകൊണ്ട് മിറ്റുകൾ വചനം പറഞ്ഞ് അന്യഭാഷ പറയാൻ വേണ്ടി പോവാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടപ്പാ. ഞങ്ങൾ ഈ അധികാരത്തോടെ പ്രിയ മകൾക്ക് വേണ്ടി അപ്പാ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിന്റെ അടിപ്പിണരുകളാൽ റബാന ശിംധല ഫനഹസിയാന്തരെ. അത് ശ്വാസമുട്ടലായിക്കോട്ടെ, വാർദ്ധക്യമാകുമ്പോൾ ഒരസ്ഥിയും തേയ്മാനമാകത്തില്ല. ഞങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. പ്രായം കൂടുന്തോറും അസ്ഥികൾ യൗവനമായി തീരും. പ്രായം കൂടുന്തോറും ഞങ്ങളുടെ കണ്ണുകൾ യൗവനമായി തീരും. പ്രായം കൂടുന്തോറും ഷാർപ്പാകും. പ്രായം കൂടുന്തോറും കിഡ്നി കൂടുതൽ കർത്താവെ പ്രാപ്തിയിലേക്ക് വരും. ആന്തരിക അവയവങ്ങൾ പ്രായം കൂടുമ്പോൾ വർദ്ധിക്കും. ക്ഷമ ഞങ്ങളെ കാണുന്നവർ ഞെട്ടും. ഞങ്ങളുടെ ഏജിന്റെ കവിയുന്ന കൃപ റസനബറസിയാന്തരെ. ദിവ്യ ആരോഗ്യം. മരണങ്ങളെ ക്യാൻസൽ ചെയ്യുന്നപ്പ. മരണത്തെ ക്യാൻസൽ, ജീവൻ വ്യാപരിക്കുന്നപ്പ. Healing in the name of Jesus Christ. Shalamana hadaderika sufana hadaderika zara hateri artiana bartiana shamdiana bartiana revianda rigamana shala bharabana rika manahu dadara sito be rika manasiandere. Healing in the name of Jesus. Safalaharaba safalahu safa rigamana husa. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് പവർ യേശുവിന്റെ ആട്ടിപ്പുണരുകളാൽ ആ രോഗം സൗഖ്യമായിരിക്കുന്നപ്പ. സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദിയപ്പ. കർത്താവെ, ഞങ്ങളുടെ മുറിവ്, ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് വഹിച്ചതാണ്. ഞങ്ങളുടെ വേദനകളെ അങ്ങ് ചുമന്നതാണപ്പ. അങ്ങയുടെ മുറിവിനാൽ ഞങ്ങളുടെ സൗഖ്യം വന്നിരിക്കുന്നു. ജീവൻ വ്യാപരിക്കുന്നു. മരണത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ജീവൻ, യേശുവിന്റെ ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ
റുബറലസിയാന്തരി ജീവന്റെ വ്യാപാരം ഓ റബലബറബലബറബ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ കൈയെടുത്ത് വെച്ച് രോഗികൾക്ക് വേണ്ടി കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരെ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു. കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ബന്ധങ്ങളെ മുറിക്കുന്നപ്പ, രോഗക്കിടക്കിൽ കിടക്കുന്നവരെ ചാടി എണീക്കുക യേശുവിന്റെ നാമത്തിൽ. ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു പിശാചിനോ ഒരു കഷ്ടതയ്ക്കോ ഒരു ബുദ്ധിമുട്ടിനോ ഒരു ദാരിദ്ര്യത്തിനോ നിങ്ങളുടെ മേലോ നിങ്ങളുടെ ശരീരത്തിന് മേലോ അവകാശമില്ല. അപ്പൊ ദേഹിയിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നപ്പ, കർത്താവ് അവരുടെ പാപങ്ങളെ അങ്ങ് മോചിപ്പിച്ചിരിക്കുന്നില്ല. അപ്പൊ അതെല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് നിരപ്പിലേക്ക് കൊണ്ടിരുന്നില്ല. അപ്പൊ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനകൾ വേരോടെ പിഴുതു മാറ്റുന്നപ്പ, ആ വേദന കൈവച്ച യേശുവിന്റെ നാമത്തിൽ ആ തേയ്മാനങ്ങൾ, വേദനകൾ, മുഴകൾ, നീരുകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, കണ്ണിന്റെ കാഴ്ചകൾ എല്ലാം റിസ്റ്റോർ ആകട്ടെ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ഒരു പൂർണ്ണ സൗഖ്യം ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മാത്രം, എനിക്കൊരു പൂർണ്ണ സൗഖ്യമുണ്ടെന്ന് പറയുന്നവർ മാത്രം വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി ഒന്ന് പറഞ്ഞാട്ടെ. ഖോറലസിയാന്തരിമ ഷബറഹസിയാന്തരി, യേശുവിന്റെ നാമത്തിൽ. എന്റെ ശരീരത്തിന് പറഞ്ഞോ. ഇന്നലെ ബ്രദർ അജേഷ് എന്ന് പറഞ്ഞൊരു ആലോചന പറഞ്ഞായിരുന്നു. അതെന്റെ മകനാണ്. ഇന്നലെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതെ പോയത്. ബ്രദർ പ്രാർത്ഥിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ട്. അവന്റെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് അവൻ കിടക്കുന്നത്. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. ഓ, അവന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുന്ന സിസ്റ്ററെ കേട്ടോ. അതെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദർ, ഇന്നലെ ടെൽമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ ബ്രദർ. ടെൽമയുടെ മൂത്ത മകൻ കന്നഡ വെച്ചിട്ട് നടക്കുന്ന ഇപ്പോ. കൂടാതെ അവരുടെ വീട്ടില് ടെൽമയ്ക്ക് 2 ആൺമക്കളും ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് കിടക്കുന്നു. മറ്റേ മക്കൾക്കൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വ്യക്തമായിട്ട് എന്നോട് ക്ലിയർ ആയിട്ട് ഞാൻ ഈ പ്രേയർ അറ്റൻഡ് പറഞ്ഞിട്ടുണ്ട്. ഓ, കർത്താവ് എത്രത്തോളം ശക്തമായിട്ട് വെളിപ്പെട്ടു നോക്കി. ഈ മൂത്ത മോണോ കണ്ണടിച്ച് നിൽക്കുന്നത്? അതെ, മൂത്ത മകൻ കന്നഡ വെച്ചാ നടക്കുന്നത്. അവന് എന്തോ വേറെ ടെൻഷൻസ് ഉണ്ട്. എന്താന്ന് അത് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല അവര്. ഓ, കർത്താവ് അവനെ കണ്ടു കേട്ടോ. യേശുവിനെ നാഥനെ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലെസ്. പറഞ്ഞോ പറയട്ടെ. പറഞ്ഞോ. ഈ വ്യക്തി ടെൽമയാണ് സംസാരിക്കുന്നത് ഇപ്പൊ. ഓക്കെ, ടെൽമ സിസ്റ്റർ ആണത്. അതെ. സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കൊടുക്കുന്നത്? ഇത് ആദ്യമായിട്ടുമാണ്. കാരണം ഇന്നലെ ടെൽമ എന്നുള്ളൊരു പേര് പറഞ്ഞിട്ട് എനിക്ക് ലിസി വന്നിട്ട് മെസ്സേജ് അത് അയച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് അയച്ചു തന്നതനുസരിച്ച് ഞാൻ കയറിയതാണ്. ഓ സിസ്റ്ററെ, കർത്താവ് മോനെയും കുടുംബത്തെ തൊടാൻ വേണ്ടി പോകട്ടോ. ഇന്ന് എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇന്നലെ ടെൽമയ്ക്ക് വേണ്ടി 2 ആൺതലമുറയെ കാണിച്ചു. അതിൽ മൂത്ത തലമുറ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ മേൽ ഇന്ന് അടുത്തൊരു സ്റ്റെപ്പ്, അതായത് അടുത്തൊരു എന്താ പറയുന്നത്, ഈ ശത്രുവിന്റെ നീക്കം എന്ന് പറയുന്ന രീതിയിൽ അവനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്തത് അവന്റെ മേലെന്ന് പറഞ്ഞു നിൽക്കുക. പക്ഷെ കറക്റ്റ് സമയത്താണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ ബലപ്പെട്ടോണേ. കുടുംബത്തിന്റെ അകത്ത് വലിയൊരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. ഒന്നിലധികം വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. ഭാര്യയ്ക്ക് കുറച്ച് അസുഖമാണ്, പുറത്ത് പറയാൻ അവർക്ക് ഇഷ്ടമില്ല പേരൊക്കെ. കുഴപ്പമില്ല. എന്തോ എനിക്ക് 1 മാസമായിട്ട് മുട്ടിന് തേയ്മാനമായിട്ടിരിക്കുമായിരുന്നു. ഞാൻ 1 മാസം കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ട് എനിക്ക് കുറവില്ലായിരുന്നു. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ മുട്ടൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെ ബ്രദർ പറഞ്ഞു മുട്ട തേയ്മാനം ഉള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ബെൽറ്റ് കെട്ടിയേക്കുമായിരുന്നു മുട്ടയില്. അത് ഞാൻ അഴിച്ചു വെച്ച് ഒന്ന് നടന്നു നോക്കിയപ്പോൾ ഞാൻ നന്നായിട്ട് നടക്കുവാനിടയായി. ഓ എന്റെ യേശു, അതായത് സിസ്റ്റർക്ക് ബെൽറ്റിൽ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കാല് വലിച്ച 1 മാസം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഓ, ഇത് കർത്താവിന്റെ വലിയൊരു അത്ഭുതം. തേയ്മാന നിമിത്തം അതികഠിനമായ വേദനയായിരുന്നു. ബെൽറ്റ് ഇട്ടേക്കുമായിരുന്നു മുറുക്കി മുട്ടയിൽ. ഇന്നലെ കേട്ടപ്പോ രോഗസൗഖ്യ സമയത്ത് കൈവച്ചു, ബെൽറ്റ് അഴിച്ചു മാറ്റി. ഇപ്പൊ ഒരു വേദനയില്ല, ഒട്ടും വേദനയില്ല. ഞാൻ തൊട്ടൊക്കെ നോക്കിയിട്ട് അവിടെ വേദനയില്ല. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി. എനിക്ക് വേദനയേ ഇല്ല. ഓ എന്റെ യേശുവേ, അങ്ങ് സൗഖ്യമാക്കി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സൽമാൻ എന്ന് പറഞ്ഞ വിഷയത്തിന് എനിക്ക് 7 വർഷം മുന്നേ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു.
റേഡിയേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഞാൻ വിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ 5 പെറ്റ് സ്കാൻ ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ സിസ്റ്ററെ. അങ്ങനെ ഞാൻ ആ ഇപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ആ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉറക്ക ഗുളിക കഴിച്ചിരുന്നു. ഇപ്പോഴും ഉറക്ക ഗുളിക ഇല്ലാതെ ഉറങ്ങാൻ വളരെ പ്രയാസമുണ്ട്. പിന്നെ ഹെർണിയ അത് അപ്പൊ പറഞ്ഞു ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻ ചെയ്തതുകൊണ്ട് അവിടെയൊക്കെ കുഴലൊക്കെ ഒട്ടിക്കിടക്കുന്നതുകൊണ്ട് ഹെർണിയ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെയും ആ വിഷയം കിടക്കുക. പിന്നെ എൻ്റെ ഭർത്താവിന് ഞങ്ങൾ ശുശ്രൂഷകന്മാരാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്ന ശേഷം ഓർമ്മക്കുറവ് വന്ന ശേഷം ഞങ്ങൾക്ക് ഞാനൊരു വിധത്തിലൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ഓർമ്മക്കുറവുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. സിസ്റ്ററെ, കർത്താവ് ഇന്ന് ഭവനത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അടുത്തൊരു സീസൺ ആരംഭിക്കുകയാണ്. അതാണ് കർത്താവ് ഓർപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കയറി വരാൻ വേണ്ടി പോകട്ടോ. വലിയ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കാൻ വേണ്ടി അവന് വേണ്ടിയാണ് ദൈവം ഓർപ്പിച്ചത്, ദൈവം ആലോചന വെളിപ്പെടുത്തിയത്, പേര് ദൈവം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരപ്പെടേണ്ട, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ബലപ്പെടുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എൻ്റെ മോന് ഭയങ്കര നടുവിന് വേദനയായിരുന്നു കുറെ വർഷങ്ങളായി. ഇപ്പം ഞാൻ മോൻ്റെ അടുത്തുണ്ടായിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം വേദനയ്ക്ക് മാറ്റമുണ്ട്, കുറവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴാണ് സിസ്റ്ററെ? അതാ ഇപ്പം പ്രാർത്ഥിച്ചപ്പോ ഇപ്പം ഞാൻ നടുവിന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ അവന് വേദന മാറി? വേദന മാറി എന്ന് പറഞ്ഞു. നന്ദി കർത്താവ്. എത്ര വർഷമായിട്ടാ വേദന ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഒരു 10-15 വർഷമായിട്ടുണ്ടായിരുന്നു. എന്റെ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ 10-15 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയാണ് യേശു സൗഖ്യമാക്കിയിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. കൈവെക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഇപ്പൊ ഒരു ആലോചന പറഞ്ഞല്ലോ, സോളി മെയ് മാസം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അത് ബ്രദർ പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റില് ഒരു നമ്പർ 2 തുടങ്ങുന്നുണ്ടെന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ പോയി നോക്കിയപ്പോ എന്റെ SSLC ബുക്കിന്റെ ബുക്ക് നമ്പർ 2 തുടങ്ങുന്നത്. ഓ എന്റെ യേശുനാഥത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചോണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോട്ടോ. നമ്മൾ എന്തുവാ കർത്താവ് SSLC ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയത്തില്ല, പക്ഷെ അത് റിലേറ്റ് ചെയ്ത ഒരു പ്രവൃത്തി, ഒരു വഴിയെ തമ്പുരാൻ തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കൊരു ടെസ്റ്റിമണി ഉണ്ട്. പറഞ്ഞു. കഴിഞ്ഞ മാസം എന്റെ മകൻ അലക്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അലക്സ് എന്ന് പേരുള്ള ഒരു മകന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജോലിയിലായിരുന്നോണ്ട് എനിക്കത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഏറ്റെടുത്തായിരുന്നു. ഇന്ന് അവന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം, എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ വേറൊരു രാജ്യത്തിലുമാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. കർത്താവ് ഓരോ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞ ആത്മമണ്ഡലത്തിലാണ് ഈ പ്രവൃത്തി മൊത്തവും നടക്കുന്നത്. ഇപ്പൊ സഹോദരി പറഞ്ഞതുപോലെ അലക്സിന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി അവന്റെ ജീവിതത്തിൽ വലിയൊരു മിറക്കിളിനെ ദൈവം ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് വലിയൊരു പ്രതികൂലത്തിൽ നടന്നു പോകുമായിരുന്നു. ദൈവം ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന പ്രാർത്ഥനകൾ, കൈക്കൊള്ളുന്ന വചനങ്ങൾ, ഏറ്റെടുക്കുന്ന ദൈവികമായ പ്രവചന ശുശ്രൂഷകൾ, ഇതിനകത്തെല്ലാം ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ടിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് മറ്റാരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യമായവര് ചെക്ക് ചെയ്ത്. എന്തോ പറഞ്ഞു. നിങ്ങൾക്ക് മ്യൂട്ടായി പോകുന്നുണ്ടോ പറയാൻ വേണ്ടി വരുമ്പോൾ? എനിക്ക് അറിയത്തില്ല, ഇവിടെ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മ്യൂട്ടായി പോകുന്നുണ്ടെങ്കിൽ കമന്റിൽ എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെന്നോ എന്തെങ്കിലും അയക്കുക. ചില സമയത്ത് ഇത് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ തോന്നുന്നത് എനിക്കറിയില്ല. ചില ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ ഓൾ മ്യൂട്ട് അൺമ്യൂട്ട് കൊടുത്തിട്ടേക്കാണ് ഇപ്പൊ. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. താഴെ എനിക്ക് കാണാൻ പറ്റും. കാര്യം ഇതിൻ്റെ അകത്ത് ഇതൊരു മീഡിയ ആയതുകൊണ്ട് ഇത് നമുക്കറിയാമല്ലോ, ഇതൊരു സൂം പ്ലാറ്റ്ഫോം ആണ്. എത്രത്തോളം ഇതിന്റെ കപ്പാസിറ്റി നമുക്ക് അറിയത്തില്ല. ഇത്ര ആൾക്കാർ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ലോഡ് വലിക്കാതൊക്കെ വരും. അപ്പൊ നിങ്ങൾ പറയണം എനിക്ക്. പറഞ്ഞു. സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ.
പിന്നാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസമാണെങ്കിൽ ഇച്ചിരി ഓവർ ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ സ്കാൻ ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ദൈവം വിടുതല്. കർത്താവ് അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ കയ്യില് കുറെ നാളുകളായിട്ട് എന്റെ കയ്യിൽ ഈ ബ്ലഡ് ഓടുന്ന ഞരമ്പിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കനപ്പായിരുന്നു, കനച്ചു കിടക്കുമായിരുന്നു, നല്ല തടിപ്പായിട്ട്. അപ്പൊ എനിക്കതൊരു 2-3 വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായതായിരുന്നു. അത് ഇങ്ങനെയാണ് ഈ കയ്യിൽ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പൊ ബ്ലോക്കിന്റെ സംഭവമെല്ലാം ദൈവത്താൽ അത് എല്ലാം സൗഖ്യമായതാണ്. ഈ കയ്യേലുള്ളത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ ഈ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ബ്രദർ സിസ്റ്ററെ മാത്രം, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് സിസ്റ്റർ പറഞ്ഞു. 2 ദിവസം മുമ്പ് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോ യേശുവിന്റെ അടിപ്പിണരാല് യേശു എനിക്ക് സൗഖ്യം തന്നു. യേശുവിന്റെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ ഓടണേ, അത് ആ കനപ്പ് മാറി തന്നെ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ കൈ ഇങ്ങനെ തൂത്തോണ്ടിരുന്നപ്പോ ആ കനിച്ചു കിടന്ന ഇത് കാണുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ തോന്നി, ഞാൻ അപ്പം ഇങ്ങനെ ഈ വലത്തെ കയ്യിലും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഓർത്തേമേ ഇതും അതേപോലെയുള്ള ബ്ലോക്കിന്റെ തടിപ്പാണോ, എന്തായാലും കർത്താവ് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് നാളെ സാക്ഷ്യം പറയാനുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് കയ്യെ വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കരുത്. അപ്പൊ ഈ 2 കയ്യേലും ആ തടിപ്പ് കാണാനില്ല. യേശു സൗഖ്യം തന്നതിന്. എന്റെ സിസ്റ്റർ എത്ര നാളായിട്ട് തടിപ്പുണ്ടായിരുന്ന? അതെനിക്ക് ഒരു 3 വർഷം മുമ്പ് എനിക്ക് ഹാർട്ട് ബ്ലോക്ക് വന്നായിരുന്നു. നിങ്ങൾ കേട്ടത് വലിയൊരു അത്ഭുതമാണ്. ഇത് നിങ്ങൾ ആ സാക്ഷ്യം ഞാൻ എടുത്തു പറയുന്ന കാരണം, സഹോദരിയുടെ 2 കയ്യിലും തടിപ്പുണ്ടായിരുന്നു. ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു. 3 വർഷമായിട്ട് അത് ഉണ്ടായിരുന്നു. സിസ്റ്റർ വേദന ഉണ്ടായിരുന്നു അതിന്? ഇല്ല, വേദന ഇല്ലായിരുന്നു. വെറും ഇങ്ങനെ ഒരു തടിപ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ആ കൈയുടെ ഭാഗമെല്ലാം ഇങ്ങനെ മരപ്പ് പോലെ ആയിരുന്നേ. കേട്ടെ, നിങ്ങൾ കേട്ടെ, നിങ്ങൾ സഹോദരി പറയുവാണ്, സഹോദരി ആ വചനം കേട്ടു, യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണെന്ന് കേട്ടെ, യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് എന്റെ ശരീരമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 വർഷമായിട്ടുണ്ടായിരുന്ന ഹാർട്ട് രോഗവുമായിട്ട് ബന്ധപ്പെട്ട കയ്യിലുണ്ടായിരുന്ന മുഴ, തടിപ്പ്, ഈ 2 കയ്യിലും ഉണ്ടായിരുന്നത് കർത്താവ് സൗഖ്യമാക്കി. കണ്ടോ പ്രിയരെ, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു പറയുകയും തിരിച്ചറിവ് ഉണ്ടാകണം. കർത്താവിന്റെ ശരീരമാണ് എൻ്റെ ശരീരം പറയണം. യേശുവിന് ഷുഗർ ഇല്ലെങ്കിൽ എനിക്കുമില്ല. യേശുവിന്റെ ശരീരത്തിന്റെ മേൽ ക്യാൻസറിന് വളരാൻ ഘട്ടത്തിൽ എൻ്റെ ശരീരത്തിലും വാഴാൻ കഴിയത്തില്ല. യേശുവിന്റെ ശരീരമാണ് യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് ഞാനെന്ന് പറയണം. സിസ്റ്റർ ഇപ്പം ഒട്ടും അവിടെ ഇല്ല തടിപ്പല്ലേ? ഇല്ല, ഇപ്പൊ സാധാ അങ്ങനെ ഒരു ഇതുപോലെ തന്നെ, വേറെ തടിപ്പായിട്ടൊന്നും തോന്നുന്നില്ല. എന്റെ യേശുവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? അവർ മാത്രം മ്യൂട്ട് മാറ്റുക. അനാവശ്യമായിട്ട് വർത്തമാനം പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവര് പൂർണ്ണ സാക്ഷ്യം, പ്രാർത്ഥനാ വിഷയമല്ല, പ്രെയർ റിക്വസ്റ്റ് അല്ല, പ്രെയർ റിക്വസ്റ്റ് പ്രെയർ ലൈൻ നമ്പറിൽ അയക്കണേ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഒരു ജനുവരി അവസാനമായപ്പം ഒരാലോചന എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് മാർച്ച് മാസത്ത് എന്തോ സന്തോഷ വാർത്ത ഇങ്ങനെ കേൾക്കുമെന്ന്. അതേപോലെ നടന്നു ബ്രദർ. ഞാൻ സ്കൂട്ടി പഠിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ലായിരുന്നു. പക്ഷെ ഞാൻ സ്കൂട്ടി പഠിച്ചു. എനിക്കൊരു പുതിയ സ്കൂട്ടിയൊക്കെ എടുക്കാൻ പറ്റി. എനിക്കൊരു ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും ഞാൻ പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബ്രദർ. പക്ഷെ ഞാൻ വിചാരിക്കാത്ത ഒരു അത്ഭുതമാണ് എൻ്റെ ദൈവം എനിക്കത്. പിന്നെ അതെ, മാർച്ച് മാസം ബ്രദർ അങ്ങനെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നടന്നു. അതെ, ഹസ്ബൻഡും സൗദിയിലായിരുന്നു. അപ്പൊ അതും ഒരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഫെബ്രുവരി ആയപ്പോൾ ഹസ്ബൻഡും നാട്ടിൽ വന്നു. 3 വർഷമായിരുന്നു പോയിട്ട്. അപ്പൊ അതും പെട്ടെന്ന് ഇങ്ങ് വന്നായിരുന്നു. ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയാൻ എനിക്കത് ശരിക്കും പറഞ്ഞാല് ഈ വാഹനം ലൈസൻസ് കിട്ടിയതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഭയത്തിന്റെ ഒരു പ്രവൃത്തി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു.
മാർച്ച് മാസം പരിശുദ്ധാത്മ പറഞ്ഞ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയം, നമുക്ക് സ്കൂട്ടി പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഭയത്തിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു ആഗ്രഹമുണ്ട്. പല പല ആൾക്കാരുടെയും ജീവിതത്തിൽ നന്മകളെ തടയുന്നത് ഭയമാണ്. അപ്പൊ മനസ്സിലായോ? നമ്മൾക്ക് ചിലപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു ഭയം, അതല്ലാതെ ഭയം എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് കർത്താവ് മാർച്ച് മാസം ഒരു അത്ഭുതം നടക്കുന്നു പറഞ്ഞപ്പോ ഭയത്തെ ബന്ധിക്കുകയും അതിന്റെ അകത്തുനിന്ന് കർത്താവ് നമുക്കൊരു ലൈസൻസ് കിട്ടുന്നത് മാത്രമല്ല, അതിലൂടെ കർത്താവ് ഭയത്തെ പുറത്താക്കിയതാ. ലൈസൻസ് ആയില്ല ബ്രദർ, എങ്കിലും ഞാൻ വണ്ടി ഓട്ടിച്ച് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു അല്പമൊക്കെ അങ്ങോട്ടൊക്കെ ഞാൻ പോകും. ലൈസൻസ് കിട്ടില്ല, എങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ബ്രദർ ഞാൻ വണ്ടി പഠിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു എന്റെ മക്കളൊക്കെ ഇനി പഠിക്കട്ടെ, അവരെ ബാക്കിലിരുന്ന് പോകാം. എന്നാ ഉടനെ ലൈസൻസ് എടുത്തോണം. ആ ഭയം വിട്ട് മാറിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഭയമാണ് അതിനെ അഡ്രസ് ചെയ്ത കാര്യം അതാണ്. വണ്ടി ഓടിച്ചതിനേക്കാൾ ഈ ലൈസൻസ് കിട്ടുന്നതിനേക്കാൾ ആ ഭയമാണ് നമ്മളെ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഭയം പിശാചിന്റെ ഒരു ആയുധമാണ്. ഭയപ്പെടുത്തുക എന്നുള്ളത്. ആ ഭയം വിട്ടുമാറി ഇനി മുതൽ പറഞ്ഞ കർത്താവ് എനിക്ക് തോന്നുന്നു ഞാൻ പേടിക്കത്തില്ല, മനുഷ്യനോട് എന്തു ചെയ്യും. ഈ ഭയം വിട്ടുമാറിയിരിക്കുന്നു, അത് വലിയൊരു സൈനാണ്. ലൈസൻസ് എടുക്കുക, അനേകയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുക, ബൈക്ക് മാത്രമല്ല കാറിന്റെ കൂടെ എടുത്തു, അനേകരെ കൂട്ടിക്കൊണ്ട് പോകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രയർ റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവര് പറഞ്ഞു. ബ്രദർ ഇതുമാതിരി ഒരു 4 മാസം മുമ്പ് ഒരു ആലോചന പറഞ്ഞിരുന്നു. ഞാൻ ജനിച്ച ഇയർ പറഞ്ഞിട്ട് ജൂണിൽ ജനിച്ച എന്റെ തലമുറയുടെ മേലെ ഒരു അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്റെ മകള് പുറം രാജ്യത്താണ്. അവൾക്ക് ജോലി നഷ്ടപ്പെട്ട് ഇപ്പൊ 6 മാസമായി. ഈ ജൂൺ 30-ാം തീയതി വരെയാണ് അവൾക്ക് ജോലിയുള്ളൂ. അതിന്റെ മേലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവൾക്ക് അവിടെ നല്ലൊരു ജോലി ദൈവം നേടിക്കൊടുത്തു. അവിടുത്തെ രാജ്യത്തിരുന്ന ആൾക്കാരെ തന്നെ മാറ്റി നിർത്തി ഒരു യോഗ്യത ഇല്ലാത്ത എന്റെ മകളേനെ ദൈവം അവളെ ഉയർത്തി മാനിച്ചു. അവൾ പഠിക്കാത്ത സബ്ജക്റ്റ്, അവൾ ചെയ്യാത്ത സബ്ജക്റ്റ്, അവിടെയൊക്കെ ദൈവം ഇന്റർവ്യൂലൊക്കെ അവൾ വൻ വിജയമായിരുന്നു. ഇപ്പൊ ഇന്നലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. എല്ലാ മഹത്വവും നമ്മുടെ അപ്പന്. അത് ദൈവത്തിന്റെ വലിയൊരു മിറക്കിളാണ്. ഇതാണ് പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ്. ദൈവം പ്രവചനത്തിലൂടെ ഡെലിവറൻസ്. നോക്കിയേ, ആ മകളെ രാജ്യത്ത് നിർത്തത്തില്ല എന്ന് വാദിച്ചിരുന്ന ദുഷ്ടശക്തിയെ കർത്താവ് ആ മാതാവിന്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ പാട്ടിൽ അവിടുന്ന് നിൽക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു, പ്രയോറിറ്റി ഇല്ലായിരുന്നു. പക്ഷേ പ്രയോറിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും പ്രിയ മകളെ അവിടെയുള്ള ആൾക്കാരെ പോലും മാറ്റി നിർത്തി. നോക്കിക്കേ, ഇതാണ് അൺമെറിറ്റബിൾ ഫേവർ എന്നുള്ളത്. കർത്താവ് ആ വിഷയത്തെ വെളിപ്പെടുത്തി ഡെലിവറൻസ് ആണ്, വിടുതലാണ് അവിടെ സംഭവിച്ചത്. ആ മകളെ തമ്പുരാൻ വാഴിക്കാൻ വേണ്ടി ഇപ്പോൾ രാജ്യത്ത് പ്രാർത്ഥനയിൽ ബലപ്പെടണം കേട്ടോ. ഇതൊരു തുടക്കം മാത്രമാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ. ഇന്നലെ ഒരു ശ്രീ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞിരുന്നു, തലമുറയായിട്ട്. അത് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. എന്റെ ശ്രീലക്ഷ്മി എന്ന തലമുറ, അത് ആരുമായിട്ട് ബന്ധപ്പെട്ട ബ്രദറെ? അത് മരുമകളുടെ പേരാണ്. മരുമകളുടെ പേരാണ്. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെട്ടില്ലായിരുന്നോ? കാര്യങ്ങള് ഇല്ല, ലാസ്റ്റ് പറഞ്ഞിരുന്നു. അതിൽ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഡിസ്റ്റർബൻസ് വന്നിരുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങളിപ്പോൾ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ആൾക്കാരും നോക്കി, ഒരാലോചന വരുമ്പോൾ തന്നെ നിങ്ങൾ മൈക്ക് മ്യൂട്ടാണെന്ന് എപ്പോഴും നോക്കണം. ബ്രദറെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. മകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്രീലക്ഷ്മി എന്നുള്ള ഇന്നലെ കേട്ട ആലോചന അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചോണം. ആ ഭവനത്തെ ഇന്ന് ആ മകളിലൂടെ ദൈവം വലിയൊരു പ്രവർത്തിച്ച് ആദ്യം ആ മകളെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വലിയ മാറ്റം ഭവനത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. ആ മകളെ തൊടുമ്പോൾ തന്നെ ഭവനത്തിന്റെ അകത്ത് മാറ്റം ഉണ്ടാകും. ആ മകളിലാണ് കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ചില പിശാചിന്റെ പ്ലാനുകളെ ദൈവം എടുത്തു മാറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒന്ന് ശ്രദ്ധ, ഒന്നും കൂടെ റിപ്പീറ്റ്, എന്തോ ഒരു സംഭവം ഇത് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. യൂട്യൂബിലുണ്ട് ആ മെസ്സേജ്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഞാനൊരു വിഷയം പറയട്ടെ. ഏപ്രിൽ 12-ന് എൻ്റെ മരുമകൾ ജനിച്ച വിഷയം ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? റെഡ് ബാഗ് ഞാൻ കണ്ടിരുന്നു. അത് ഏറ്റെടുത്തോ സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ അത് സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പറഞ്ഞു. ഭയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നൊരു വസ്തു കാണാൻ പോയായിരുന്നേ. അന്നേരം ഫ്രീ ആയിട്ട് വസ്തുവും വീടും കൂടെ കൊടുക്കുന്നു പരസ്യം വന്നു. അന്നേരം അവിടെ പോയി കണ്ടു. ഹൈവേ റോഡിൽ നിന്ന് ഇച്ചിരി മേളോട്ടാണ്, മല പോലെ കിടക്കുന്നത് അവിടെ ഇല്ല. അന്നേരം അതൊന്ന് കാണാൻ പോയി. അന്നേരം
4 ലക്ഷം രൂപ അങ്ങോട്ട് എഴുത്തൂല് കൊടുത്ത 10 സെന്റ് കിട്ടും. അവരത് കണ്ടിട്ട് വന്നിട്ട് ഹൈവേ റോഡാ, എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അതിന് പോയിട്ട് വന്നിട്ട് വല്ലാത്തൊരു പ്രയാസം പോലെ, എന്തുവാ മല പോലെ കാണുന്ന കണ്ടിട്ട്, ഫ്രണ്ടിൽ മല അപ്പുറം മല കാണുന്ന പോലെ കണ്ടിട്ടൊരു പ്രയാസം പോലെ. പക്ഷെ എനിക്ക് ഒരു വകയും ഇല്ല താനും, എനിക്ക് വസ്തുവില്ല, വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മോനെ പഠിപ്പിക്കാനായിട്ട് വാടക വീടായതുകൊണ്ട് എനിക്കൊരു വാടക ചീട്ട് ഇത് എന്താ കരത്തിന്റെ രസീത് പോലും ഇല്ല ഒരു ലോൺ എടുക്കാനായിട്ട്. ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്, പക്ഷെ എന്താണെന്നറിയത്തില്ല പക്ഷേ എനിക്കിങ്ങനെ ഭയങ്ങൾ പെട്ടെന്ന് എന്തോ സംഭവിക്കാതെ അതാണ് വേണ്ടാന്നുള്ളതൊക്കെ വരുമോ അങ്ങനെ അങ്ങ്. സിസ്റ്റർ, നമ്മൾ പ്രാർത്ഥിക്കുക. അത് വിഷയം പ്രാർത്ഥിക്കുമ്പം കർത്താവ് യേശു പിന്നെ മനസ്സിന്റെ അകത്ത് ഒരു ഭാരം വരുന്നുവെങ്കിൽ നമ്മൾ അതിനെ കൈവെക്കണ്ട കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ പിന്നെയും നമ്മൾ ഒരു വിഷയത്തിന് എപ്പോഴും പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവഹിതം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഭാരം വരുന്നു, പിന്നെയും പ്രാർത്ഥിക്കും, വചനം പറഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമുക്കൊരു ഭയങ്കര സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ, 2 ഭാരം വരുന്നുവെങ്കിൽ, സന്തോഷം വന്നാൽ മാത്രം പോരാ, അടയാളം, കർത്താവ് എനിക്ക് ഈ കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അടയാളം ദൈവമേ എനിക്കൊന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് ഇത് ചെയ്യും കേട്ടോ സിസ്റ്ററെ. അങ്ങനെ ഭാരം വരുന്നുണ്ടെങ്കിൽ ഇത് കൈവെക്കേണ്ടത് സിസ്റ്ററെ. ഇത് കർത്താവ് മറ്റൊന്നോ നമുക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ദൈവം എപ്പോഴും വരുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഗോഡ് ബ്ലെസ് യു. ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞു. ഞാൻ 2 ആഴ്ചയായിട്ട് പനിയാൽ ഭാരപ്പെട്ട് എനിക്ക് ഒട്ടും തല വെച്ച് കിടക്കത്തില്ലായിരുന്നു. തലയണയെല്ലാം മാറ്റിയിട്ട് കിടന്നാലും കഴുത്തിന് അപ്പടി വേദനയായിരുന്നു. അപ്പൊ ഇന്നിപ്പം കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറി. താങ്ക് യു, ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ. ഹലോ ബ്രദറെ. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, എൻ്റെ മോൻ്റെ IT പരീക്ഷയായിരുന്നേ. ഇന്ന് പരീക്ഷ നടക്കുമായിരുന്നേ. അപ്പോൾ അവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു ബ്രദറെ. അപ്പോൾ ഇവിടെ അടുത്തുള്ള 2 ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിട്ട് അവർ ഞങ്ങൾക്ക് തന്നില്ലേ, കുഞ്ഞിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നില്ല. നമ്മളെ സൂമിലുള്ള അശ്വതി ചേച്ചി പറഞ്ഞു പാലായിലൊരു ഡോക്ടറുണ്ട്, അവിടെ പോയി, അവിടെ 1 മണി തൊട്ട് 3 മണി വരെ ആണെന്ന് പറഞ്ഞേ. പക്ഷേ കൊച്ചു 11 മണിയായപ്പോൾ അവിടെ ചെന്നപ്പം കുഞ്ഞിനെ കിട്ടാനിടയായി ബ്രദറെ. അതുകൊണ്ട് ഇന്ന് പരീക്ഷയ്ക്ക് ഹാജരാകാനും കർത്താവ് സഹായിച്ചു. ഇനി 1-ാം തീയതി വരെ പരീക്ഷയുണ്ട് ബ്രദർ. അഭിഷേകം കൂടി പ്രാർത്ഥിക്കണം, അവന് നല്ല എളുപ്പമായി കിട്ടാൻ വേണ്ടി. കർത്താവ് അത് അത്ഭുതമാക്കി സിസ്റ്റർ, അത്ഭുതമാക്കി മാറ്റി. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരുമില്ല ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച്